അങ്ങനെ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ലിനക്സ്? എന്താണ് ലിനക്സ് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ. ലിനക്സ് കേർണൽ. ലിനക്സ് ഈസ് an open source kernel created by Linus Torvalds in 1991. ഓക്കെ. 1991 ലീനസ് ടോർവാൾഡ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് കേർണലാണ് എന്ത് ലിനക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് പ്രൊവൈഡ്സ് ആസ് സ്റ്റേബിൾ എൻവയോൺമെന്റ് ഫോർ ആപ്ലിക്കേഷൻ. ഇതെന്താണ് ഓപ്പൺ സോഴ്സ് ആണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ. സോ ലിനക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു കേർണൽ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലിനക്സിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് പ്രൊവൈഡ്സ് എ സ്റ്റേബിൾ എൻവയോൺമെന്റ് ഫോർ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള, അങ്ങനെ ക്രാഷോ കാര്യങ്ങളൊന്നും ആവാത്ത ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് എന്ത് വരുന്നത്, ലിനക്സ് ആപ്ലിക്കേഷന് നൽകുന്നത്. ഇനി ലിനക്സിന്റെ കോമ്പോണൻസ് എന്തൊക്കെയാന്നുള്ള കാര്യം നോക്കാം. ഓക്കെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കേർണൽ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? കേർണൽ എന്താന്നുള്ള കാര്യം പഠിച്ചു. ഓക്കെ. സോ കേർണൽ എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു കോർ ആയിട്ടുള്ള പാർട്ടായിരുന്നു. ഓക്കെ. സോ അതുപോലെ തന്നെ കേർണൽ ദ കോർ പാർട്ട് ഓഫ് ലിനക്സ് മാനേജിംഗ് സിസ്റ്റം റിസോഴ്സ് ആൻഡ് ഹാർഡ്വെയർ. ലിനക്സിൽ എന്താണ് കേർണൽ എന്ന് പറയുന്നത്? കോർ പാർട്ടാണ്. അതെന്താ ചെയ്യുന്നത്? മാനേജ് സിസ്റ്റം റിസോഴ്സസ് ആൻഡ് ഹാർഡ്വെയറിനെയും അതുപോലെ തന്നെ സിസ്റ്റം റിസോഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നതും ആരാണ്? കേർണലാണ്. ലിനക്സിലെ കേർണലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദെൻ ഷെല്ല്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് കേർണൽ ആണെന്ന് പറഞ്ഞു. ദെൻ ഷെല്ല് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ കമാൻഡ് ലൈൻ ഇന്റർഫേസ് ദാറ്റ് അലൗസ് യൂസർ ടു ഇന്ററാക്ട് വിത്ത് ദ കേർണൽ. ഓക്കെ. കേർണലുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസേഴ്സിനെ അലോ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആണ്. അതാണ് ഷെൽ എന്ന് പറയുന്നത്. നമ്മുടെ CMD ഒക്കെ ഉണ്ടല്ലോ, വിൻഡോസിനകത്ത് നമുക്കറിയാം CMD, കമാൻഡ് പ്രോംപ്റ്റ്. ഓക്കെ. ഇതൊക്കെ എന്താണ്, ഒരു ഷെല്ലിന് ഉദാഹരണമാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഷെല്ലാണ്. ഓക്കെ. സോ ഇത് ഷെല്ലെന്ന് പറയുന്നത് ഇതുപോലെ ലിനക്സിന്റെ ഒരു കീ ആയിട്ടുള്ള കോമ്പോണൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യൂട്ടിലിറ്റീസ്. യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റാൻഡേർഡ് ടൂൾസ് ആൻഡ് ആപ്ലിക്കേഷൻ ദാറ്റ് കം വിത്ത് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ. ലിനക്സ് ഡിസ്ട്രിബ്യൂഷന്റെ കൂടെ തന്നെ വരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളും എന്താണ് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ. ആ യൂട്ടിലിറ്റീസ് എന്തിൽ പെട്ടതാണ്? നമ്മുടെ ലിനക്സിന്റെ കോമ്പോണൻസിനകത്ത് പെട്ടതാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കേർണൽ എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കേർണൽ ലിനക്സിന്റെ ഒരു കോർ ആയിട്ടുള്ള കോമ്പോണന്റ് ആണ്. ദെൻ ഷെല്ല് പറഞ്ഞു. ദെൻ യൂട്ടിലിറ്റീസ്. യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താണ്, അതിൽ വരുന്ന ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസും ടൂൾസിനൊക്കെ നമുക്ക് എന്ത് പറയാം? യൂട്ടിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ വിവിധ തരത്തിലായിട്ടുള്ള ലിനക്സിന്റെ ഡിസ്ട്രിബ്യൂഷനിനകത്ത് എന്ത് വരുന്നുണ്ട്? അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള, റിച്ച് എന്ന് പറഞ്ഞാൽ അത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലിനക്സിൽ വരുന്നുണ്ട്. ഓക്കെ. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ലിനക്സ്. ലിനക്സ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിനക്സ് ഒരിക്കലും എന്തല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, കേർണൽ ആണെന്നുള്ള കാര്യം. ലിനക്സ് എന്താണെന്നുള്ള കാര്യം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ പറഞ്ഞതിൽ? ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇനി എന്ത് ചെയ്യാം, ലിനക്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ. ലിനക്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ? സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നോൺ ഫോർ ഇറ്റ്സ് സ്റ്റെബിലിറ്റി ആൻഡ് റിലയബിലിറ്റി വിത്ത് മെനി സെർവേഴ്സ് റണ്ണിങ് ഫോർ ഇയേഴ്സ് വിത്തൗട്ട് റീബൂട്ട്. കേട്ടോ, ഇവിടെ എന്താ പറയുന്നത്, ലിനക്സ് എന്ന് പറഞ്ഞാൽ വിൻഡോസിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, കേർണലാണ്. ഓക്കെ. വിൻഡോസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിനക്സ് അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കേർണലാണ്. അതെന്തിന് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സ്റ്റേബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിലയബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേബിലിറ്റി പറഞ്ഞാൽ അത്രയും സ്റ്റേബിൾ ആയിരിക്കും, റിലയബിൾ ആയിരിക്കും, നമുക്ക് റിലയബിൾ ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ പെട്ടെന്നൊന്നും ക്രാഷ് ആവത്തില്ല. ഓക്കെ. വിത്ത് മെനി സെർവേഴ്സ്, പലതരത്തിലുള്ള സെർവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റൺ ആവുന്നുണ്ട് ഫോർ ഇയേഴ്സ് വിത്തൗട്ട് എയർ റീബൂട്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ലാപ്ടോപ്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ഒന്നെങ്കിൽ റീബൂട്ട് അല്ലാന്നുണ്ടെങ്കിൽ പവർ ഓഫ് ഒക്കെ ചെയ്യും. പക്ഷേ ലിനക്സ് വർഷങ്ങളോടെ എന്ത് ചെയ്യുന്നുണ്ട്, ലിനക്സിന്റെ സെർവേഴ്സ് അങ്ങനെ റീബൂട്ട് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്യൂരിറ്റി. ഇപ്പോൾ സ്റ്റേബിലിറ്റി എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി സെക്യൂരിറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്?
സ്ട്രോങ് ബിൽഡ് ഇൻ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് സച്ച് ആസ് യൂസർ പെർമിഷൻസ് ആൻഡ് റെഗുലർ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ്. സെക്യൂരിറ്റി എന്ന് പറയുന്ന ഘടകം അല്ലാന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി പറയുമ്പോൾ ലിനക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം സെക്യൂർ ആയിട്ടുള്ളൊരു എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസ്ട്രോസ് എന്തിലുണ്ട് ലിനക്സിൽ വരുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം സെക്യൂർ ആണ്. സ്ട്രോങ് ബിൽഡ് ഇൻ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അതിനകത്ത് അത്രത്തോളം സെക്യൂർ ആയിരിക്കും. അതുകൂടാതെ തന്നെ സച്ച് ആസ് പെർമിഷൻസ് ആൻഡ് റെഗുലർ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് അതിനകത്ത് എന്ത് വരുന്നുണ്ട്, ഇപ്പോൾ യൂസർ പെർമിഷൻസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി രസകരമായിട്ടാണ് എന്തിനകത്ത് വരുന്നത്, നമ്മുടെ ലിനക്സിനകത്ത് വരുന്നത്. അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് പെർമിഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഓരോ ഫയൽസും കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുന്ന നേരത്ത് വരുന്ന ചോദിക്കുന്ന കാര്യങ്ങളും അങ്ങനെ പല രീതിയിൽ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ലിനക്സ് നമ്മളെ ഈ പണ്ട് തൊട്ടേ കേൾക്കുന്ന പോലെ ഒരു എന്താ പറയുക, ഒരു ഹാക്കിംഗ് രീതിയിൽ നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ആ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിനക്സ് പറ്റി പഠിക്കാം കുറച്ചും കൂടെ സിമ്പിളായിട്ട്. അതുപോലെ തന്നെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഈ ഒരു സിലബസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലിനക്സിൻ്റെ ആ ഒരു പാർട്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ നോക്കുകയാണ്. ലിനക്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, യൂസർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല ഇൻറ്ററാക്റ്റീവ് ആയിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ലിനക്സിൽ എത്രത്തോളം നിങ്ങൾ ലിനക്സിൽ പ്രോ ആവുന്നോ അത്രത്തോളം നിങ്ങളുടെ എന്ത് വരും, നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ടൈമും കാര്യങ്ങളും, വർക്ക് ചെയ്യാനുള്ള ടൈം എന്നല്ല, നിങ്ങൾക്ക് ഷോർട്ടായിട്ട് കുറഞ്ഞ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കുറച്ച് കമാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു പാർട്ടിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സോ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അത്രത്തോളം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നൊരു കേണലാണ് എന്ത് ലിനക്സ് എന്ന് പറയുന്നത്. യൂസർ പെർമിഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ യൂസറിന് എന്താ പറ്റും, ആവശ്യമായിട്ടുള്ള പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്രത്തോളം റെഗുലർ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആര്, ലിനക്സ്. ദെൻ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈലി കസ്റ്റമൈസബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഓപ്പൺ സോഴ്സ് ആണ് എന്ത് ലിനക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഹൈലി കസ്റ്റമൈസബിൾ, അലൗവിങ് യൂസേഴ്സ് ടു മോഡിഫൈ ഓർ റീപ്ലേസ് ഓൾമോസ്റ്റ് എനി പാർട്ട് ഓഫ് ദിസ് സിസ്റ്റം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രത്തോളം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലിനക്സിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസേഴ്സിന് പുതിയ യൂസേഴ്സിനെ ആഡ് ചെയ്യാനോ അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ എല്ലാ കാര്യവും നമുക്ക് ഓരോ മുക്കും മൂലയെന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം കസ്റ്റമൈസ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രോസും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ലിനക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അത്രത്തോളം ഫ്ലെക്സിബിൾ ആണ് എന്ത്, ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ അത്രത്തോളം ഫ്ലെക്സിബിൾ ആണ് എന്ത് ലിനക്സ് എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ഓക്കെ, ഫ്രീ ടു യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് വിത്ത് നോ ലൈസൻസ് ഫീസ്. നമുക്ക് എന്താണ് വിൻഡോസ് നമ്മൾ ഇപ്പോൾ ക്രാക്ക്ഡ് ആയിരിക്കും പലരും യൂസ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലാപ്പ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വിൻഡോസ് അതിനകത്ത് കൂടെ വരും. ഇനി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യുന്ന നേരത്തെ അത്യാവശ്യം എന്താണ് കോസ്റ്റ്ലി ആണ് വിൻഡോസ് ഒക്കെ വരുന്നത്. ഓക്കെ, സോ ഇവിടെ എന്തല്ല ലിനക്സിന് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം എന്താണ്, അതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കേണലാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഡിസ്ട്രോസ് പലതരത്തിലുണ്ട്. അതിലേതുവാണെന്ന് എന്ത് ചെയ്യാം, ഫ്രീ ടു യൂസ് ആണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഫ്രീ ടു യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്തിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ലൈസൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, പിന്നെ കൂടാതെ വരുന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി സപ്പോർട്ട്. എ ലാർജ് ആൻഡ് ആക്റ്റീവ് കമ്മ്യൂണിറ്റി പ്രൊവൈഡ്സ് എക്സ്റ്റെൻസീവ് ഡോക്യുമെന്റേഷൻ, ഫോറംസ് ആൻഡ് സപ്പോർട്ട്. എന്ത് ചെയ്യുന്നുണ്ട്, ലിനക്സിന് അത്രത്തോളം ലാർജ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ആക്റ്റീവ് കമ്മ്യൂണിറ്റിയാണ് പ്രൊവൈഡ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, എക്സ്റ്റെൻസീവ് ഡോക്യുമെന്റേഷൻ, നമുക്ക് എന്ത് കാര്യങ്ങളും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ലിനക്സിൻ്റെ കമാൻഡ്സിനെ പറ്റിയിട്ടാവട്ടെ, ഫയൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്, പുതിയ അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നല്ല രീതിയിലുള്ള ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോറംസ് ഉണ്ട്. നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലിനക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ലിനക്സിൻ്റെ ഹിസ്റ്ററിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ, ലിനക്സ് വന്ന വഴി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. ബ്രീഫ് ഹിസ്റ്ററി ആണ് നോക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിനക്സ് ടോവാർഡ്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് എന്ത് ലിനക്സ് എന്ന് പറഞ്ഞത്. ദ ഫസ്റ്റ് വേർഷൻ ഓഫ് ദ ലിനക്സ് കേർണൽ ഇൻ 1991 എന്ത് ചെയ്യുന്നത്, ലിനക്സ് കേർണൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. വൈൽ സ്റ്റഡിങ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിങ്കി ഇൻ ഫിൻലാൻഡ്. ഫിൻലാൻഡിലെ ഹെൽസിങ്കി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആ ഒരു സമയത്താണ് പുള്ളി എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ലിനക്സിനെ പുറത്തിറക്കിയിട്ടുള്ളത്, അതിനെ അവതരിപ്പിച്ചിട്ടുള്ള ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്രൊജക്ട് വാസ് ഇൻസ്പയർഡ് ബൈ മിനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എ സ്മോൾ യുണിക്സ് ലൈക്ക് സിസ്റ്റം. ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, ആൻഡ് എയിംഡ് ടു ക്രിയേറ്റ് എ ഫ്രീ ആൻഡ് ഓപ്പൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽ. ഇത് എന്താണ്, മിനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചെറിയ ഒരു യുണിക്സ് ലൈക്ക് സിസ്റ്റം ആണ്. അതെന്തായിരുന്നു എയിം ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിയേറ്റ് ഫ്രീ ആൻഡ് ഓപ്പൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽ. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള എന്തായിരുന്നു
കേണലായിരുന്നു എന്ത് ഈ ഒരു മിനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ മിനിക്സിനെ ഇൻസ്പയർ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലിനക്സ് ടോർവാൾഡ്സ് എന്ത് ചെയ്തേക്കുന്നത്, ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ലിനക്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി കീ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് 1991 എന്ത് ഇനീഷ്യൽ റിലീസ് ഓഫ് ലിനക്സ് കേണൽ. ഓക്കെ, വേർഷൻ 0.01 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഷൻ പുറത്തിറക്കി നിൽക്കുന്ന 1991 1992 എന്തായി, ലിനക്സ് ഈസ് റീലൈസൻസ്ഡ് അണ്ടർ ദ GNU, ജനറൽ പബ്ലിക് ലൈസൻസ്, ജനറൽ പബ്ലിക്സ്, ഗ്നു എന്നൊക്കെ പറയും. ഓക്കെ, ജനറൽ പബ്ലിക് ലൈസൻസ് അതിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്തു, റിലൈസൻസ് ചെയ്തു, മേക്കിംഗ് ഇറ്റ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്. അവിടെ അന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലിനക്സ് ഫ്രീ ആയിട്ട് ഓപ്പൺ സോഴ്സ് ആയിട്ട് പുറത്തിറക്കിയത്. ദെൻ 1993 ഏർലി ഡിസ്ട്രിബ്യൂഷൻ ലൈക്ക് സ്ലാക്ക്വെയർ ആൻഡ് DBN ആർ ക്രിയേറ്റഡ്. ഓക്കെ, നമ്മൾ കാലൊക്കെ യൂസ് ചെയ്യുമ്പോൾ DBNൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, മേക്ക് ലിനക്സ് ഈസിയർ ടു ഇൻസ്റ്റാൾ ആൻഡ് യൂസ്. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ലിനക്സിൻ്റെ ഫസ്റ്റിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ആയിരുന്നു എന്ത്, സ്ലാക്ക്വെയർ അതുപോലെ തന്നെ DBN ഒക്കെ. അപ്പോൾ ഇതെന്തായിരുന്നു, ഈസി ആയിരുന്നു, അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും യൂസ് ചെയ്യാനും. ഓക്കെ, പിന്നെ 2Ks എന്ത് വന്നു, enterprise distribution like Red Hat Enterprise Linux. Okay, and SUSE, SUSE എന്നൊക്കെ പറയും, SUSE ലിനക്സ് എൻ്റർപ്രൈസ് സെർവർ. ഇതൊക്കെ എന്താണ്, റെഡ് ഹാറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, സെർവർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള, ഇത് കോസ്റ്റ്ലി ആണ്, ഗെയിൻ പോപ്പുലാരിറ്റി ഇൻ ബിസിനസ് എൻവയോൺമെന്റ്സ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സെർവറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തിന്, നമ്മുടെ ലിനക്സിന്. അപ്പോൾ അത് ഏതൊക്കെയാണ്, റെഡ് ഹാറ്റ് എൻ്റർപ്രൈസ്, അതുപോലെ തന്നെ SUSE ലിനക്സ് എൻ്റർപ്രൈസ് സെർവർ. ഓക്കെ, ദെൻ പ്രസന്റ്ലി ഇപ്പോൾ കറന്റ്ലി എന്തായതുകൊണ്ടാണ് ലിനക്സ് യൂസ് ചെയ്യുന്നത്, ലിനക്സ് ഈസ് യൂസ്ഡ് വേരിയസ് ഫീൽഡ് ഇൻക്ലൂഡിങ് സെർവേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ വിവിധ തരത്തിലുള്ള ഫീൽഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലിനക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെർവർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലിനക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡെസ്ക്ടോപ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഡിവൈസസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് ലിനക്സിനെ. മൊബൈൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഒക്കെ ലിനക്സ് ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് എംബഡഡ് സിസ്റ്റംസ്, പലതരത്തിലുള്ള സിസ്റ്റംസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ലിനക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സിഗ്നിഫിക്കൻസ് ഇൻ മോഡേൺ കമ്പ്യൂട്ടിംഗ്. ഓക്കെ, എവിടെ മോഡേൺ കമ്പ്യൂട്ടിൽ ഏതൊക്കെ തരത്തിൽ യൂസ് ചെയ്യുന്നുള്ള കാര്യം നോക്കാം. സെർവർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ലിനക്സ് ഈസ് ദ ഡൊമിനന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ സെർവേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റെഡ് ഹാറ്റിൻ്റെ. അപ്പോൾ അവരുടെ ഇതിലൊക്കെ കീഴിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെർവേഴ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. പവറിംഗ് വെബ്സൈറ്റ്, ഡാറ്റാബേസസ് ആൻഡ് ക്ലൗഡ് സർവീസ്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, വെബ്സൈറ്റും അതുപോലെ തന്നെ ഡാറ്റാബേസസും, ഇതൊക്കെ ലിനക്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് ക്ലൗഡ് സർവീസസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെർവറായിട്ട് ലിനക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഡെസ്ക്ടോപ്പ് ആയിട്ട് എന്താണ്, നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ വൈൽ ലെസ് കോമൺ ദാൻ വിൻഡോസ് ഓർ മാക് OS, ലിനക്സ് ഈസ് യൂസ്ഡ് ബൈ ഡെവലപ്പേഴ്സ്, സയൻറ്റിസ്റ്റ് ആൻഡ് എന്തൂസിയാസിസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലിനക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മെയിൻലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, പലരും എന്തായിരിക്കും, വിൻഡോസ് ആയിരിക്കും. പലർക്കും ലിനക്സിനോട് അത്ര താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓക്കെ, പക്ഷേ മെയിൻലി ആരൊക്കെയാണ് ലിനക്സ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ബൈ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യും, ലിനക്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ സയൻറ്റിസ്റ്റ്സ് യൂസ് ചെയ്യും. പിന്നെ നമ്മളെപ്പോലെ എന്താണ്, എന്തൂസിയാസിറ്റ്സ് യൂസ് ചെയ്യും. ഓക്കെ, നമ്മളെപ്പോലെ സ്റ്റുഡൻസും കാര്യങ്ങളും ആരാണ് എന്താണ് യൂസ് ചെയ്യാം, ലിനക്സ് ആണ് യൂസ് ചെയ്യുക. നമ്മുടെ സൈബർ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ പഠിക്കാൻ നേരത്ത് ലിനക്സ് ആണ് യൂസ് ചെയ്യുക. ദെൻ മൊബൈൽ ഡിവൈസസ്, ഇപ്പോൾ അറിയാലോ നമ്മുടെ ആൻഡ്രോയിഡ് ഒക്കെ യൂസ് ചെയ്യുന്നത് ലിനക്സ് ആണ്. ആൻഡ്രോയിഡ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ ഇപ്പോൾ നമ്മുടെ വേൾഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ലാർജ് എമൗണ്ട് ഓഫ് യൂസേഴ്സ് ആണ് എന്തിലുള്ള, ആൻഡ്രോയിഡിലുള്ളത്. അവരൊക്കെ എന്താണ്, ഈ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ്, ഈസ് ബേസ്ഡ് ഓൺ ദ ലിനക്സ് കേണൽ. ലിനക്സ് ബേസ്ഡ് കേണലാണ് എന്ത് ചെയ്യുന്നത്, ഈ ആൻഡ്രോയിഡിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽസിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലിനക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ എംബഡഡ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ലിനക്സ് ഈസ് യൂസ്ഡ് വൈഡ് റേഞ്ച് ഓഫ് ഡിവൈസ് ഫ്രം റൗട്ടേഴ്സ് ടു സ്മാർട്ട് TVs ആൻഡ് ഓട്ടോമേറ്റീവ് സിസ്റ്റംസ്. ഇവിടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൂട്ടേഴ്സിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലിനക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് TVസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോമോട്ടീവ് സിസ്റ്റംസിൽ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ലിനക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടൊക്കെയാണ് മോഡേൺ കമ്പ്യൂട്ടിങ്ങിൽ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, ലിനക്സ് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ലിനക്സിന്റെ ഫയൽ ഹയറാർക്കി ഒന്ന് നോക്കാം. ഇതിനകത്ത് ഇനി ആരാണ് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്, ലിതിൻ ഇൻസ്റ്റാൾ ചെയ്തതാണോ? ഓക്കെ ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ലിനക്സിന്റെ ഫയൽ സിസ്റ്റം ഹയറാർക്കി ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ സോഴ്സ് സ്ട്രക്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ദ ഫയൽ സിസ്റ്റം ഹയറാർക്കി സ്റ്റാൻഡേർഡ് FHS ഡിഫൈൻസ് ദ ഡയറക്ടറി സ്ട്രക്ചർ ആൻഡ് ഡയറക്ടറി കണ്ടെയ്ൻസ് ഇൻ യൂണിക്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് ലിനക്സ്. ലിനക്സിലും അതുപോലെ തന്നെ
ലിനക്സിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ എന്താണ് ഈ ഒരു ഫയൽ സിസ്റ്റം ഹയറാർക്കി സ്റ്റാൻഡേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡ് എ കൺസിസ്റ്റന്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ സ്ട്രക്ചർ. എല്ലാവർക്കും ഒരു സെയിം ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫയൽ സിസ്റ്റം ഹയറാർക്കി പ്രൊവൈഡ് ചെയ്യുന്നത്, വിച്ച് ഹെൽപ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് ഫയൽസ് ആൻഡ് ഡയറക്ടറീസ്. നമ്മൾ ഫയൽസും ഡയറക്ടറീസും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു ഓർഗനൈസേഷൻ്റെ ഫയൽസും ഡയറക്ടറീസും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ വിൻഡോസിൻ്റെ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞതാണ് ഈ ഒരു രീതിയിലാണുള്ളത്. ഡ്രൈവ് ബേസ്ഡ്, സി ഡ്രൈവ്, ഡി ഡ്രൈവ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്നൊരു മെത്തേഡ് തന്നെയാണ് ഇവിടെ എന്തിൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു സിസ്റ്റം തന്നെയാണ് എന്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ലിനക്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാലി ഒന്ന് ഓപ്പൺ ചെയ്യാം. അടുത്ത ക്ലാസ്സിന് കാലി ഇൻസ്റ്റാൾ ചെയ്യാത്തവർ മാക്സിമം ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരിക. ഇനി നമ്മൾ ലിനക്സ് കുറച്ചും കൂടെ ഡെപ്തായിട്ട് പഠിക്കാനായിട്ട് പോകണം. ഓക്കെ, സോ ഇവിടെ എന്താണ് കാലിൻ്റെ ലിനക്സ്, ഈ ഒരു ലിനക്സിൻ്റെ ഒരു ഫയൽ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എന്ത് വരുന്നുണ്ട്, ഇങ്ങനെയാണ് എന്ത് ലിനക്സിൻ്റെ ഒരു ഫയൽ സിസ്റ്റം വരുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫയൽ സിസ്റ്റം ഇവിടെ എന്ത് ചെയ്യും, ഇത്രത്തോളം ഡയറക്ടറീസും ഫയൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഓരോന്നും നമ്മൾ എന്ത് ചെയ്തു ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ആ ഒരു ടോപ്പിക്കും എന്താണ്, ഇത് തന്നെയാണ്, ഫയൽ സിസ്റ്റം ഹയറാർക്കിയാണ്. ഓക്കെ, സോ കീ ഡയറക്ടറീസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് വായിച്ച് പോയിട്ട് ഇന്നതാണെന്ന് പറയുന്നുണ്ട്. താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡയറക്ടറീസും നമ്മൾ ആക്സസ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദ റൂട്ട് ഡയറക്ടറി, ദ ടോപ്പ് ലെവൽ ഡയറക്ടറി ഓഫ് ദ ഫയൽ സിസ്റ്റം. എന്താണ് ഒരു ലിനക്സിൽ വരുന്ന ഒരു ടോപ്പ് ലെവൽ ഡയറക്ടറി ആണ് എന്ത് ഈ ഒരു റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും ഒരു നോർമൽ യൂസറിന് എന്ത് ചെയ്യാൻ പാടില്ല, റൂട്ട് ഡയറക്ടറിയിലേക്ക് ആക്സസ് കിട്ടാൻ പാടില്ല. അത് കിട്ടിയാൽ അവിടെ സെക്യൂരിറ്റി മെഷേഴ്സിനെ എന്ത് ചെയ്യും, കോട്ടം വരുത്തും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അത്രത്തോളം സേഫ് ആയിരിക്കണം എന്ത് ടോപ്പ് ലെവലായിട്ട് വരുന്ന ഡയറക്ടറിയാണ് എന്ത് റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബിൻ. ഓക്കെ, ബിൻ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ കമാൻഡ്സ് ബൈനറീസ് നീഡഡ് ഫോർ സിസ്റ്റം ഓപ്പറേഷൻസ് അവൈൽ ടു ഓൾ യൂസേഴ്സ്. ഇവിടെ എന്താ വരുന്നത്, എസെൻഷ്യൽ കമാൻഡ് ബൈനറീസ്. നമുക്ക് ഈ ഒരു ലിനക്സിൽ യൂസ് ചെയ്യുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള കമാൻഡും ബൈനറീസും കാര്യങ്ങളൊക്കെ എന്തിനാണ്, സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസേഴ്സിനും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഈ ബിൻ ഡയറക്ടറിയിലാണ് വരുന്നത്. ഓക്കെ, ദെൻ എസ്ബിൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ബൈനറീസ് എസെൻഷ്യൽ ഫോർ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ. നേരത്തെ എന്തായിരുന്നു, സിസ്റ്റം ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടായിരുന്നു എന്തായിട്ടുള്ളത്, എസെൻഷ്യൽ കമാൻഡ്സ് സിസ്റ്റം ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എസ്ബിൻ ആണ്, സിസ്റ്റം ബൈനറീസ് എസെൻഷ്യൽ ഫോർ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആണ്. അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വരുന്ന സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വരുന്ന ബൈനറീസും കാര്യങ്ങളൊക്കെ എവിടെയാണ്, എസ്ബിന്നിലാണ് യൂസ് ചെയ്യുക. യൂഷ്വലി ആക്സസിബിൾ ഓൺലി ബൈ ദ റൂട്ട് യൂസർ നമ്മൾ അഡ്മിൻ യൂസർ എന്നൊക്കെ പറയില്ല, അഡ്മിൻ എന്നൊക്കെ പറയില്ല, അതുപോലെ റൂട്ട് യൂസറിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു എസ്ബിൻ ആക്സസ് ചെയ്യാനായിട്ട്. റൂട്ട് യൂസർ ആയിട്ടുള്ള അഡ്മിന് മാത്രമേ ആവശ്യമായിട്ടുള്ള ബൈനറീസും കാര്യങ്ങളും ഈ എസ്ബിനിലായിരിക്കും ഉണ്ടാവുക. ദെൻ ബൂട്ട് എന്ന് പറയുന്ന ഫയൽസ് നീഡ് ടു ബൂട്ട് ദ സിസ്റ്റം ഇൻക്ലൂഡിങ് ദ കേർണൽ ആൻഡ് ബൂട്ട് ലോഡർ ഫയൽസ്. ഓക്കെ, ബൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ടറി എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റം ഇപ്പോൾ കാലി ഞാനിവിടെ അപ്പ് ചെയ്യുന്ന നേരത്തെ യൂസ് ചെയ്യുന്ന ഡയറക്ടറി അവിടെ നിന്നായിരിക്കും എന്ത് ഫയൽസ് നീഡ് ടു ബൂട്ട് ദ സിസ്റ്റം. അവിടെ ഉള്ള ഫയൽസ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്, ആ ഒരു സിസ്റ്റം ബൂട്ട് ചെയ്യാനും അതിലെന്തൊക്കെ ഉൾപ്പെടും, ഇൻക്ലൂഡിങ് ദ കേർണൽ ആൻഡ് ബൂട്ട് ലോഡർ. കേർണലും അതുപോലെ തന്നെ ബൂട്ട് ലോഡർ ഫയൽസും ഒക്കെ എന്തിലാണ്, ബൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിയിലാണ് വരുന്നത്. പിന്നീട് വരുന്ന ഒരു ഡയറക്ടറിയാണ് ഡെവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിവൈസ് ഫയൽസ് റെപ്രസെന്റിങ് ഹാർഡ്വെയർ ഡിവൈസ് സച്ച് ആസ് ഡിസ്ക് ടെർമിനൽസ് ആൻഡ് പ്രിന്റേഴ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസും കാര്യങ്ങളുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫയൽസും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, നമ്മുടെ ഡെവില്. ഡിവൈസസ് ഹാർഡ്വെയർ ഡിവൈസസ് സച്ച് ആസ് ഡിസ്ക്, നമ്മളൊരു ഡിസ്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ ടെർമിനൽസ്, പ്രിന്റേഴ്സ് ഇതൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഡെവ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിയിലായിരിക്കും അതിൻ്റെ ഫയൽസും കാര്യങ്ങളും ഉണ്ടാവുക. പിന്നീട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയൽ ഡയറക്ടറിയാണ് ETC എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ ഫയൽ ഫോർ ദി സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ. ETCക്കകത്ത് അത്യാവശ്യം സെൻസിറ്റീവ് ആയിട്ടുള്ള എന്ത് വരുന്നുണ്ട്, പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് ETC എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറക്ടറിയിലായിട്ട് വരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ടി ഒരു നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു
ഡയറക്ടറി ആണെന്ത് /etc എന്ന് പറഞ്ഞത്. ഓക്കെ, കോൺഫിഗറേഷൻ ഫയൽസ് ഫോർ ദ സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷനും അതുപോലെ തന്നെ സിസ്റ്റത്തിനും ആവശ്യമായിട്ടുള്ള ഫയൽസും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യാം. ദെൻ /home എന്ന് പറഞ്ഞാൽ എന്താണ് ഹോം ഡയറക്ടറീസ് ഫോർ യൂസർ അക്കൗണ്ട്സ്. ഓക്കെ, നമ്മുടെ ഏതൊക്കെ തരത്തിലുള്ള യൂസേഴ്സ് ഉണ്ട് അതൊക്കെ എന്തായിരിക്കും ഈ /home ഡയറക്ടറീസിലായിരിക്കും കാണിക്കുക. ഓക്കെ, ഞാൻ ഓരോന്നും ബ്രേക്ക് ഡൗൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വ്യക്തത വരും. ദെൻ /lib എന്ന് പറഞ്ഞാൽ എന്താ എസെൻഷ്യൽ ഷെയർഡ് ലൈബ്രറീസ് ആൻഡ് കേർണൽ മൊഡ്യൂൾസ്. കേർണലിന് ആവശ്യമായിട്ടുള്ള മൊഡ്യൂൾസ് അതുപോലെ തന്നെ ഷെയർഡ് ലൈബ്രറീസ് ഒക്കെ എന്തിനകത്ത് വരുന്നത് /libലാണ് വരുന്നത്. ഓക്കെ, ഇത് കേട്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ഇതിലുള്ള മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ഡയറക്ടറീസും കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കാണാതെ പഠിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. അത് ചിലപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളെ ഇൻ്റർവ്യൂവിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ /media എന്ന് പറയുമ്പോൾ എന്താണ് മൗണ്ട് പോയിന്റ്സ് ഫോർ റിമൂവൽ മീഡിയ സച്ച് ആസ് CDs, DVDs ആൻഡ് USB ഡ്രൈവേഴ്സ്. നമ്മളിപ്പോൾ ഒരു USB അല്ലാന്നുണ്ട് CD അല്ലാന്നുണ്ട് DVDs ഇതൊക്കെ അതിനകത്തേക്ക് പ്ലഗ് ചെയ്യുന്ന നേരത്ത് അതിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ എന്തിനകത്ത് വരിക /മീഡിയയിലകത്താണ് വരിക. നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ള മീഡിയാസ് അടങ്ങിയിട്ടുള്ള ഫയൽസ് ഒക്കെ എന്തിനകത്താണ് വരിക ഈ ഒരു /media എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിയിലകത്താണ് വരുന്നത്. ദെൻ /mnt. ഓക്കെ, ടെമ്പററി മൗണ്ട് പോയിന്റ്സ് ഫോർ ഫയൽ സിസ്റ്റം. ടെമ്പററി ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഈ USB കാര്യങ്ങളും യൂസ് ചെയ്യുന്ന പറഞ്ഞല്ലോ, അവിടെ ടെമ്പററി ആയിട്ടുള്ള മൗണ്ട് പോയിന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ ടെമ്പററി ആയിട്ടുള്ള ഫയൽസും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അത് റിമൂവ് ചെയ്ത് എന്ത് ചെയ്യും അത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടെമ്പററി മൗണ്ട് പോയിന്റ്സ് ഫോർ ഫയൽ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ടെമ്പററി മൗണ്ട് പോയിന്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുക /mnt എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറക്ടറിയിൽ. ദെൻ /opt ഓപ്ഷണൽ സോഫ്റ്റ്വെയർ പാക്കേജ് ആൻഡ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്. നമുക്ക് ആവശ്യമുള്ള ഓപ്ഷണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പാക്കേജസും അതുകൂടാതെ തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും ഒക്കെ അതിൻ്റെ ഫയൽസും കാര്യങ്ങളും എവിടെയാണ് സ്റ്റോർ ചെയ്യുക /opt എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫയലിനകത്താണ്. ഞാൻ എന്ത് ചെയ്യുക അത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത്രത്തോളം ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫയൽസും കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നുണ്ട് ഇതുണ്ടോ MNT മീഡിയ OPT ആ ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ലിനക്സിൻ്റെ ഫയൽ സിസ്റ്റം ഓപ്പൺ ചെയ്താണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും /bin boot ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ എന്ത് ചെയ്യാം ബാക്കി ഡയറക്ടറീസും കൂടെ നോക്കാം. ഓക്കെ, OPT ഓപ്ഷണൽ സോഫ്റ്റ്വെയർ പാക്കേജ് ആൻഡ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഓപ്ഷണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജസും എവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുക /opt എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിയിലായിരിക്കും. ദെൻ /root നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ഡയറക്ടറി ഫോർ ദ റൂട്ട് യൂസർ. ഓക്കെ, റൂട്ട് യൂസറിൻ്റെ എന്താണ് ഹോം ഡയറക്ടറി എന്ന് പറഞ്ഞത് /root എന്ന് പറയുന്നതാണ്. അതിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതാ ഇവിടെ കാണാം റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അത് അഡ്മിനിസ്ട്രേറ്ററിന് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എറർ ഓപ്പണിംഗ് ഡയറക്ടറി /root പെർമിഷൻ ഡിനൈഡ്. എന്തായി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്യൂർ ആണ് ലിനക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നോർമൽ യൂസറിന് ഒരിക്കലും ഈ ഒരു /rootലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്ത് ചെയ്യണം പ്രത്യേകം നമ്മൾ ആക്സസ് ചെയ്യാൻ പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ /tmp ടെമ്പററി ഫയൽസ് ക്ലിയർഡ് ഓൺ റീബൂട്ട്. നമ്മൾ എന്ത് ചെയ്യും ടെമ്പററി ആയിട്ട് വരുന്ന ഫയൽസും കാര്യങ്ങളും ഉണ്ടാകും. അതെന്താവും റീബൂട്ട് ചെയ്താൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യല്ലാന്നുണ്ടെങ്കിൽ പവർ ഓഫ് ചെയ്യല്ലാന്നുണ്ടെങ്കിൽ റീബൂട്ട് ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യും ആ ടെമ്പററി ഫയൽസ് ഒക്കെ ക്ലീൻ ആയിട്ട് പോകും. അങ്ങനെ വരുന്ന ഫയൽസും കാര്യങ്ങളൊക്കെ എവിടെയാണ് സ്റ്റോർ ആവുന്നത് /tmp എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പററി ഫയൽസ് ഒക്കെ അവിടെയാണ് എന്ത് ചെയ്യുക സ്റ്റോർ ആവുന്നത്. ദെൻ /usr എന്ന് പറയുമ്പോൾ യൂസർ യൂട്ടിലിറ്റീസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. യൂസറിന് ആവശ്യമായിട്ടുള്ള യൂട്ടിലിറ്റീസും ആപ്ലിക്കേഷൻസും ഒക്കെ എവിടെ ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു /usr എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിയിലായിരിക്കും. ദെൻ /var എന്ന് പറയുമ്പോൾ വേരിയബിൾ ഡാറ്റ ഫയൽ സച്ച് ആസ് ലോഗ്സ് ആൻഡ് സ്പൂൾസ്. ഓക്കെ, ഇവിടെയൊക്കെ ആയിരിക്കും /varലൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു നമ്മുടെ എന്താ പറയുക നമ്മളൊരു വെബ്സൈറ്റോ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്തത് ഹോസ്റ്റ് ചെയ്യുന്ന നേരത്ത് ആ ഒരു ഡയറക്ടറിയും കാര്യങ്ങളും വരുന്നത് /varനകത്തൊക്കെ ആയിരിക്കും. ഓക്കെ, സോ ഇത്രത്തോളമാണ് എന്ത് വരുന്നത് ലിനക്സിൻ്റെ ഒരു ഫയൽ സിസ്റ്റം ഹയറാർക്കി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്യും നമ്മൾ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റൂട്ട് ഡയറക്ടറി. ഓക്കെ, റൂട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഓരോ കാര്യങ്ങളും ഓരോ ഡയറക്ടറീസിനും നോക്കുകയാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ദ ടോപ്പ് ലെവൽ ഡയറക്ടറി ഓഫ് ദി ഫയൽ ലിനക്സ് ഫയൽ സിസ്റ്റത്തിൻ്റെ ടോപ്പ് ലെവൽ ഡയറക്ടറി ആണ് എന്ത് ഈ ഒരു റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത്. ഓൾ അതർ ഡയറക്ടറീസ് ആർ ദ ഫയൽ അണ്ടർ ദി ഡയറക്ടറി. ഓക്കെ, ഈ ഒരു
ഫയൽ ഈ ഒരു ഡയറക്ടറിൻ്റെ അണ്ടറിലായിരിക്കും ബാക്കിയുള്ള എല്ലാ ഡയറക്ടറീസും വരുന്നത്. ഓക്കെ. യൂസേജ് പ്രൊവൈഡ്സ് ദ റൂട്ട് സ്ട്രക്ചർ ഫോർ ദ എൻറ്റയർ ഫയൽ സിസ്റ്റം. ഓക്കെ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യം നോക്കി നോക്കാം. ഓക്കെ. ഇവിടെ എന്താണ്, ഇതാണ് ഈ ഒരു റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ. ഇവിടെ ഒരു സ്ലാഷ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതാണ് റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത്. ഈ ഒരു റൂട്ട് ഡയറക്ടറിനകത്ത് ഈ ഒരു റൂട്ട് ഡയറക്ടറിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇത്രത്തോളം വരുന്ന ഡയറക്ടറീസ്. ഓക്കെ. സോ റൂട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു റൂട്ട് ഡയറക്ടറിൻ്റെ അണ്ടറിലായിരിക്കും ബാക്കിയുള്ള ഡയറക്ടറീസ് വരുന്നത്. ഓക്കെ. ദെൻ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഓൾ പാത്സ് ഇൻ ലിനക്സ് ഫയൽ സിസ്റ്റം സ്റ്റാർട്ട് ഫ്രം സ്ലാഷ് സച്ച് ആസ് /home/etc. ഈ വക വരുന്ന നമ്മൾ ഏത് ഡയറക്ടറീസിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു സ്ലാഷ് കൊടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യണം, സ്ലാഷ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫയൽ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ടറി ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. സോ ഇത്രത്തോളമാണ് റൂട്ട് ഡയറക്ടറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. റൂട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇവിടെ ഇതാണ് റൂട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂട്ട് ഡയറക്ടറിൻ്റെ അണ്ടറിലായിരിക്കും ബാക്കിയുള്ള ഡയറക്ടറീസ് ഒക്കെ വരുന്നത്. അത്രത്തോളം മനസ്സിലാക്കി വെച്ചാൽ മതി. കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഓക്കെ. ടോപ്പ് ലെവൽ ആയിട്ടുള്ള ഡയറക്ടറി ആണ് ലിനക്സ് ഫയൽ സിസ്റ്റത്തിൽ വരുന്നത്. ബാക്കിയുള്ള എല്ലാ ബാക്കിയുള്ള ഡയറക്ടറീസ് ഒക്കെ ഈ ഒരു റൂട്ട് ഡയറക്ടറിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത്. ദെൻ യൂസർ ഡയറക്ടറീസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ഇതിപ്പോൾ പറഞ്ഞാൽ റൂട്ട് ഡയറക്ടറി ആണെന്ന് പറഞ്ഞു. ഇനി യൂസർ ഡയറക്ടറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. /home/root ഇതൊക്കെയാണ് യൂസർ ഡയറക്ടറി. 2 യൂസേഴ്സ് ഉണ്ടാകും. ഒന്ന് സാധാരണ നോർമൽ ആയിട്ട് വരുന്ന യൂസേഴ്സും പിന്നെ ദെൻ റൂട്ട് ആയിട്ട് വരുന്ന യൂസേഴ്സും ഉണ്ടാകും. റൂട്ട് അല്ലെങ്കിൽ അഡ്മിൻ എന്നൊക്കെ പറയാലോ. ആ ഒരു യൂസേഴ്സ് ഒക്കെ എന്തിൽ വരുന്നതാണ്, ഈ ഒരു /റൂട്ടിൽ വരുന്നതാണ്. ഓക്കെ. ദെൻ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ /home എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്ക്രിപ്ഷൻ കണ്ടെയ്ൻസ് ഹോം ഡയറക്ടറീസ് ഫോർ റെഗുലർ യൂസേഴ്സ്. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, റെഗുലർ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡയറക്ടറിയാണ് /home എന്ന് പറഞ്ഞത്. യൂസേജ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ആദ്യം കാണിക്കാം. ഓക്കെ. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ റൂട്ട് ഡയറക്ടറിക്കകത്ത് എന്താ വേണം, നമുക്ക് ഈ ഒരു ഹോം കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂസർ എടുത്തതിന് ശേഷമായിരിക്കും വരിക. ഓക്കെ. ജസ്റ്റ് മിനിറ്റ്, സോറി യൂസർ അല്ല ഹോം ഡയറക്ടറി ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ റൂട്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ഒരു ഡയറക്ടറി ആണ് എന്ത് /home എന്ന് പറയുന്നത്. ഈ ഒരു ഹോമിലേക്ക് സ്വിച്ച് ചെയ്യണം, എന്ത് ചെയ്യും, നമ്മുടെ യൂസർ നെയിം എന്താണ്, കാലി. ഞാൻ നേരത്തെ ഈ ഒരു കാലി ലോഗിൻ ചെയ്ത നേരത്തെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, കാലി യൂസർ നെയിം, കാലി പാസ്വേഡ് ആയിട്ട് കൊടുത്തു. അതാണ് ഡിഫോൾട്ട് ആയിട്ട് കാലി യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഈ ഒരു കാലി എന്ന് പറഞ്ഞിട്ടുള്ള യൂസറാണ് എന്തിൽ വരുന്നത്, ഹോമിൽ വരുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? /home എന്താന്നുള്ള കാര്യം മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല ഇതിനകത്ത്. ഓക്കെ. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റൂട്ടായിരുന്നു. ദെൻ റൂട്ട് ഡയറക്ടറിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്, ഈ ഒരു /റൂട്ട് എന്ന് പറഞ്ഞത് വേറെയാണ്, റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത് വേറെയാണ്. ഓക്കെ. സോ ഫസ്റ്റ് വൺ നമ്മൾ എന്തോ /home എന്താന്ന് പറഞ്ഞു. അവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, ഹോം ഡയറക്ടറി ഫോർ റെഗുലർ യൂസേഴ്സ് ഒക്കെ അവിടെ ആയിരിക്കും വരിക. ഇപ്പോൾ കാലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റെഗുലർ യൂസറാണ്. ഓക്കെ. ഹോമിൽ വരുന്ന ഒരു കാലി എന്ന് പറയുന്നത് റെഗുലർ യൂസറാണ്. ആ ഒരു റെഗുലർ യൂസർ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് വരുന്ന കുറച്ച് എന്താണ് ഡയറക്ടറീസ് ആണ് ഈ പറയുന്ന ഡോക്യുമെന്റ്സ്, ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഒരു യൂസറിൻ്റെ അണ്ടറിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗൺലോഡ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഡൗൺലോഡ് ഫയൽസിലായിരിക്കും എന്ത് ചെയ്യുക, കാണിക്കുക. ഓക്കെ. ഇവിടെ ഡൗൺലോഡ്സ് ഫയൽ ഉണ്ട്, അപ്പോൾ ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, കാണിക്കുന്നുണ്ടാവും. ഓക്കെ. സോ ഇങ്ങനെയാണ് /home വരുന്നത്. ഓക്കെ. /home എന്താണെന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസർ സ്പെസിഫിക് ഡാറ്റ, ഡോക്യുമെന്റ്സ് ആൻഡ് കോൺഫിഗറേഷൻ ഫയൽസ്. ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, നേരത്തെ കാണിച്ചില്ലേ, യൂസറിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് ഫയൽസും അതുപോലെ തന്നെ കോൺഫിഗറേഷൻ ഫയൽസും സ്പെസിഫിക് ആയിട്ട് യൂസർ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂസറിന് ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പല രീതിയിലുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഇതുപോലെ എന്ത് ചെയ്യുക, ഞാൻ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, അവിടെ ആയിരിക്കും അത് സേവ് ചെയ്യുക, അവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഡെസ്ക്ടോപ്പ് പറഞ്ഞിട്ടുള്ള ഡയറക്ടറീസ് ഉണ്ട്, ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള, ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ മ്യൂസിക്, അങ്ങനെ പലതരത്തിലുള്ള ഡയറക്ടറീസും ഈ ഒരു റെഗുലർ യൂസറിന്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ ഹോം എന്ന് പറഞ്ഞ ഡയറക്ടറി ഇത്രത്തോളം മനസ്സിലാക്കി വെച്ചാൽ മതി. അവിടെ റെഗുലർ ആയിട്ടുള്ള യൂസേഴ്സ് ആയിരിക്കും അത് യൂസ് ചെയ്യുക. ദെൻ /റൂട്ട്. ഓക്കെ. /റൂട്ട് എന്തൊക്കെയായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ഹോം ഡയറക്ടറി ഫോർ ദി റൂട്ട് യൂസർ. ഓക്കെ. ഈ ഒരു റൂട്ട് യൂസറിന്റെ ഡയറക്ടറി ആയിരിക്കും എന്താ, റൂട്ട് യൂസർ എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ വിൻഡോസിലൊക്കെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് അറിയില്ല, അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇവിടെ റൂട്ട്. ലിനക്സിൽ വരുമ്പോൾ അത് റൂട്ട് ആവും. ഓക്കെ. അപ്പോൾ ഒരു റൂട്ട് യൂസറിന്റെ ഡയറക്ടറി ആണ് എന്ത് /റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോർ റൂട്ട് യൂസർ സ്പെസിഫിക് ഫയൽസ് ആൻഡ് സെറ്റിംഗ്സ്. ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, റൂട്ട് യൂസറിന് ആവശ്യമായിട്ടുള്ള
ആ യൂസറിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഫയൽസും സെറ്റിങ്സും അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡയറക്ടറീസും കാര്യങ്ങളും എന്തിലായിരിക്കും /root എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിയിലായിരിക്കും. എക്സാമ്പിൾസ് റൂട്ട് യൂസേഴ്സ് സ്ക്രിപ്റ്റ്സ് കോൺഫിഗറേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫയൽസ് ഇതൊക്കെ എന്തിൽ വരുന്നതാണ് /rootനകത്ത് വരുന്നതാണ്. എന്ത് ചെയ്യുക നമുക്ക് അതൊന്ന് ആക്സസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു യൂസറിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നിലവിലുള്ള എന്താണ്, നിലവിൽ നമ്മൾ ആരായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ കാലി എന്ന് പറഞ്ഞിട്ടുള്ള കാലിയിലാണ്, കാലി എന്ന് പറഞ്ഞ യൂസറായിട്ടാണ് നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളും കാണിക്കുന്നത്. ഇനി എന്ത് ചെയ്യും, റൂട്ടിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, പാസ്വേഡ് വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ് ലിനക്സ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം എന്തായിട്ടുള്ളതാണ്, സെക്യൂർ ആയിട്ടുള്ള ഒരു കേണലാണ്. അതിൻ്റെ അണ്ടറിൽ പലതരത്തിലുള്ള ഡിസ്ട്രോസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ടതാണ് ഈ കാലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് അത്രത്തോളം സെക്യൂർ ആണ്. സോ ഇവിടെ എന്താണ് ഈ ഒരു റൂട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ വരുന്ന യൂസറിൻ്റെ ഒരു ഫയൽസിലും കാര്യങ്ങളും ആക്സസ് ചെയ്യണം, എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ ആ റൂട്ടിൻ്റെ പാസ്വേഡും കാര്യങ്ങളും കൊടുക്കണം. ഓക്കെ, ഇവിടെ എന്താണ് ഡിഫോൾട്ടായിട്ട് കാലി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു റൂട്ട് ഡയറക്ടറിയും കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യും, ഇപ്പോൾ റൂട്ട് ഡയറക്ടറിയിൽ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അവിടെ ഞാനൊന്നും സെറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇവിടെ ഫയൽസും കാര്യങ്ങളൊന്നും ഇല്ല. സോ എന്ത് ചെയ്തു, ഇങ്ങനെയാണ് റൂട്ട് ഡയറക്ടറി നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, സിമ്പിളാണ്. റൂട്ട് ഡയറക്ടറിയിൽ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. റൂട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ വിൻഡോസിൽ യൂസ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലെവലായിരുന്നു. അഡ്മിൻ എന്ന് പറഞ്ഞ ആ ഒരു ലെവലിൽ തന്നെയാണ് ലിനക്സിൽ റൂട്ട് എന്ന് പറയുന്ന യൂസറും വരുന്നത്. ഓക്കെ, സോ അയാളുടെ ആ ഒരു റൂട്ട് യൂസറിൻ്റെ എന്താ ആവശ്യമായിട്ടുള്ള ഒരു ഡയറക്ടറി ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്താൽ ഇത്രത്തോളം ഫയൽസ് വരുന്നുണ്ട്. അത് എന്തൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ഇവിടെ പലതരത്തിലുള്ള ഫയൽസും അതുപോലെ തന്നെ ഡയറക്ടറീസും കാണുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ള കാര്യം അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, /etcനകത്ത് എന്താ വരുന്നത്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താ, കണ്ടെയ്ൻ സിസ്റ്റം വൈഡ് കോൺഫിഗറേഷൻ ഫയൽസ് ആൻഡ് ഷെൽ സ്ക്രിപ്റ്റ്സ് യൂസ്ഡ് ടു ബൂട്ട് ആൻഡ് ഇനീഷ്യലൈസ് ദ സിസ്റ്റം. സിസ്റ്റം ബൂട്ടായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇത് വരുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡയറക്ടറി, അത് നമുക്ക് അതിലേക്ക് വരാം. സോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് വെച്ചാൽ സിസ്റ്റം വൈഡ് കോൺഫിഗറേഷൻ ഫയൽസ് വരും. സിസ്റ്റത്തിൽ അത്യാവശ്യമായിട്ട് വരുന്ന വൈഡായിട്ട് വരുന്ന കോൺഫിഗറേഷൻ ഫയൽസും കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു /etcനകത്ത് വരിക. ഫയൽസ് ആൻഡ് ഷെൽ സ്ക്രിപ്റ്റ്സ് യൂസ്ഡ് ടു ബൂട്ട് ആൻഡ് ഇനീഷ്യലൈസ് ദി സിസ്റ്റം. സിസ്റ്റം ബൂട്ട് ആവാൻ അതുപോലെ ആവശ്യമായിട്ടുള്ള കോൺഫിഗറേഷൻ ഫയൽസും കാര്യങ്ങളും എന്തായിരിക്കും ഇതുപോലെ /etcനകത്ത് വരും. ഇതിൻ്റെ ഒരു യൂസേജ് എന്ന് പറഞ്ഞാൽ ഹൗസസ് കോൺഫിഗറേഷൻ ഫയൽസ് ഫോർ സിസ്റ്റം ആൻഡ് ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള കോൺഫിഗറേഷൻ ഫയൽസും കാര്യങ്ങളും എന്ത് ചെയ്യും ഈ ഒരു /etcക്കായിരിക്കും വരിക. ദെൻ നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, പലതരത്തിലുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ കണ്ടു. ഓക്കെ, സോ ഇത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂസ് ചെയ്യുന്ന ചില ടൂൾസ് അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർസിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കോൺഫിഗറേഷൻ ഫയൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാകും. ഫോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കാലി യൂസ് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഫോൺസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള ഡയറക്ടറീസും കാര്യങ്ങളും എന്തിൽ വരുന്നുണ്ട്, ഈ ഒരു /etcനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കേർണൽ ഫയൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഡയറക്ടറിയാണ് ഈ ETCക്കകത്ത് വരുന്ന, കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് /etc പാസ്വേഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, യൂസർ അക്കൗണ്ട് ഇൻഫർമേഷൻ. ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള എന്താണ് ഒരു ഡയറക്ടറിയാണ്. ഈ ഒരു ഡയറക്ടറി നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടെയാണ് യൂസറിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ ഒരു യൂസറിൻ്റെ പാസ്വേഡും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു പാസ്വേഡും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് നമ്മുടെ ആ യൂസറിൻ്റെ ഇപ്പോൾ റൂട്ട് യൂസറിൻ്റെ പാസ്വേഡൊക്കെ അതിനകത്ത് ഉണ്ടാകും. ആ റൂട്ട് യൂസറിൻ്റെ പാസ്വേഡും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിച്ചിട്ട് ആ ഒരു സിസ്റ്റം നമ്മുടെ കയ്യിൽ അണ്ടറിലാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഈ ഒരു നമുക്കിപ്പോൾ ഒരു റൂട്ട് ഡയറക്ടറി അല്ലാന്നുണ്ടെങ്കിൽ റൂട്ടിൻ്റെ പാസ്വേഡും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഇപ്പോൾ ഒരു ലിനക്സിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്തില്ല, ഈ ഒരു /etc പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അത് അത്രത്തോളം എന്താ പറയുക റിസ്കിലാണ് ആ ഒരു സിസ്റ്റം എന്ന് പറയാം. കാരണം അറ്റാക്കേഴ്സ് പുറത്തു വരുന്ന അറ്റാക്കേഴ്സിന് ഈ ഒരു ഡയറക്ടറിയിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പിന്നീട് റൂട്ട് യൂസറും അതുപോലെയുള്ള പ്രിവിലേജ് എസ്കലേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആ സിസ്റ്റത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിയാണ് /etc/പാസ്വേഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ യൂസർ അക്കൗണ്ട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഇതിനകത്തായിരിക്കും വരിക. ദെൻ /etc FS ടാബ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്താ ഫയൽ സിസ്റ്റം മൗണ്ട് പോയിന്റ്സ്, ഇവിടെ ആയിരിക്കും ഫയൽ സിസ്റ്റം മൗണ്ട് പോയിന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓരോന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല.
ജസ്റ്റ് എന്ത് ചെയ്യാം, /etc പാസ്വേഡ് എന്താണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇവിടെ ഫൈൻഡ് ചെയ്ത് നോക്കാം. ഞാൻ എന്ത് ചെയ്യാം, ലിനക്സിൻ്റെ ഈ ഒരു CLI എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ കമാൻഡ്സും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. നമ്മളെന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കൊടുക്കണം, ഏത് ഫയൽസ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ആ സ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂട്ട് ഡയറക്ടറി കൊടുക്കണം. ഓക്കെ, സ്ലാഷ് കൊടുത്തു, അതിനുശേഷം എന്ത് ചെയ്യാം, etc ആ റൂട്ട് ഡയറക്ടറിൻ്റെ അണ്ടറിലാണ് പലതരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ടറീസും കാര്യങ്ങളും വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ റൂട്ട് ഡയറക്ടറിൻ്റെ അണ്ടറിൽ വരുന്ന /etc/password. ഓക്കെ, സോ ഞാൻ ആദ്യം എന്ത് ചെയ്യാം, റൂട്ടായിട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാണാനായിട്ട് പറ്റും പലതരത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഫയൽസും കാര്യങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അതിലെന്തോ എറർ വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, അത് കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ ഇത്രത്തോളം മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഡയറക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, /etc പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ടറി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറി ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡയറക്ടറിയിൽ വരുന്നതാണിത്. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റൂട്ടിൻ്റെ പാസ്വേഡും കാര്യങ്ങളും റൂട്ടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഷാഡോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഫയലും കൂടെ വരുന്നുണ്ട്. അത് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ റൂട്ടിൻ്റെ പാസ്വേഡും കാര്യങ്ങളും കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള യൂസേഴ്സ് വരുന്നുണ്ട്, ഇപ്പോൾ റൂട്ട് വരുന്നുണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള യൂസേഴ്സും വരുന്നുണ്ട്, കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റൂട്ട് യൂസർ ഉണ്ട് എന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഈ ഷാഡോ എന്ന് പറയുന്ന ഈ ഒരു ഫയലും കൂടെ ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇനി വരുന്ന ക്ലാസ്സിൽ ആ ഒരു ഫയൽ ഡയറക്ടറിയും കാര്യങ്ങളും യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനസ്സിലാക്കി വെക്കുക, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിയാണ് എന്ത് /etc/password എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യും, /etc ഹോസ്റ്റിൽ എന്ത് ചെയ്യും, സ്റ്റാറ്റിക് ടേബിൾ ലുക്കപ്പ് ഫോർ ഹോസ്റ്റ് നെയിംസ്, ഹോസ്റ്റ് നെയിമിന് ആവശ്യമായിട്ടുള്ള സ്റ്റാറ്റിക് ടേബിൾസും കാര്യങ്ങളൊക്കെ ലുക്കപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു /etc ഹോസ്റ്റിൽ വരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കാൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ പറയുന്ന ഓരോ ഡയറക്ടറീസും കാര്യങ്ങളും എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവുക, ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക, റിസർച്ച് ചെയ്യുക, അതെന്തിനൊക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡയറക്ടറീസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവിടെ കവർ ചെയ്തുകൊണ്ട് /root എന്താന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു, /etc എന്താന്നുള്ള കാര്യം പറഞ്ഞു. ഇനി /bin. ഓക്കെ, ബൈനറി ഡയറക്ടറീസ് ആണിത് /bin എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താ, /bin എന്ന് പറയുന്നത് എസെൻഷ്യൽ കമാൻഡ് ബൈനറീസ് അവൈലബിൾ ടു ഓൾ യൂസേഴ്സ്, എല്ലാ യൂസേഴ്സിനും ആവശ്യമായിട്ടുള്ള, അല്ലാന്നുണ്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണ്, എസെൻഷ്യൽ ആയിട്ടുള്ള കമാൻഡ്സ് ബൈനറീസ് ആണ് എന്തിൽ വരുന്നത്, /binനകത്ത് വരുന്നത്. ഇതിൻ്റെ യൂസേജ് എന്താ, സ്റ്റോർ ഫണ്ടമെന്റൽ കമാൻഡ്സ് നീഡഡ് ഫോർ ബേസിക് സിസ്റ്റം ഫങ്ഷനാലിറ്റി. ഓക്കെ, നമ്മുടെ സിസ്റ്റം റൺ ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫണ്ടമെന്റൽസ് ആയിട്ട് വരുന്ന കമാൻഡ്സും കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, ഈ ഒരു /binനകത്താണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, ആ ഒരു ഡയറക്ടറി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണെന്ത്, ആ ഒരു ഡയറക്ടറി എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സിസ്റ്റത്തിന് ആവശ്യമായിട്ട് വരുന്ന ബേസിക് കമാൻഡ്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ APT എന്ന് പറഞ്ഞത് ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന ഒരു കമാൻഡാണ്. പിന്നെ അതുപോലെ തന്നെ CD, LS ഇങ്ങനെ പലതരത്തിലുള്ള കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന കമാൻഡ്സും കാര്യങ്ങളൊക്കെ എന്തിലാണ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് വരുന്നത്, ഇവിടെ ആയിരിക്കും വരുന്നത്. ഇവിടെ കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക കമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് കാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്തുണ്ട്, ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട്
എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഈ ഫയൽസും ഫയൽസ് അല്ല, ഈ ഒരു ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന ഓരോ കമാൻഡ്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത വരും. ഇപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു യൂസറിന് ആവശ്യമായിട്ട് വരുന്ന കമാൻഡ്സും കാര്യങ്ങളും ഫണ്ടമെന്റലി വരുന്ന കമാൻഡ്സും കാര്യങ്ങളൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, ഏത് ഡയറക്ടറിയിലാണ്, /binലായിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, അത്രത്തോളം ഈ ഒരു /binനെ പറ്റിയിട്ട് പറയുകയാണെന്ന് ഡിസ്ക്രിപ്ഷൻ എന്താ, എസെൻഷ്യൽ കമാൻഡ് ബൈനറീസ് അവൈലബിൾ ടു ഓൾ യൂസേഴ്സ്, എല്ലാ യൂസേഴ്സിനും ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ കമാൻഡ്സ് ബൈനറീസ് ആയിരിക്കും എന്ത് ചെയ്യാം ഈ ഒരു /binനകത്ത് വരുന്നത്. ദെൻ യൂസേജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സ്റ്റോർ ഫണ്ടമെന്റൽ കമാൻഡ്സ് നീഡഡ് ഫോർ ബേസിക് സിസ്റ്റം ഫംഗ്ഷനാലിറ്റി. ബേസിക്കലി സിസ്റ്റം റൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള കമാൻഡ്സും കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു /binനകത്ത് യൂസ് ചെയ്യുക. അവിടെ എന്താണ് ഇപ്പോൾ LS എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്, നമുക്ക് ലിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കോപ്പി യൂസ് ചെയ്യും. അതുപോലെ തന്നെ മൂവ്, കാറ്റ്, ഇതൊക്കെ വരുന്നത് ഏതിൻ്റെ അണ്ടറിലാണ്, /binനകത്താണ്. പിന്നെ വരുന്നതാണ് /bin എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഫയൽ ഡയറക്ടറിയാണ് /bin എന്ന് പറയുന്നത്. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താ, സിസ്റ്റം ബൈനറീസ് എസെൻഷ്യൽ ഫോർ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ. നേരത്തെ പറഞ്ഞല്ലോ, റൂട്ട് എന്ന് പറയുന്നതാണ് ആരും അഡ്മിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ലെവലിൽ വരുന്ന ബൈനറീസും കാര്യങ്ങളും എവിടെ ആയിരിക്കും, /binനകത്തായിരിക്കും വരിക. യൂസേജ് എന്താ, സ്റ്റോർ കമാൻഡ്സ് പ്രൈമറിലി യൂസ്ഡ് ബൈ ദ റൂട്ട് യൂസർ ഫോർ ദ സിസ്റ്റം മെയിൻ്റെനൻസ്. സിസ്റ്റം മെയിൻ്റെനൻസിന് ആവശ്യമായിട്ടുള്ള കമാൻഡ്സും കാര്യങ്ങളൊക്കെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വരുന്ന കമാൻഡ്സും കാര്യങ്ങളും എവിടെ ആയിരിക്കും യൂസ് ചെയ്യാം, നമ്മുടെ /binനകത്തായിരിക്കും. അതെന്താണെന്നുള്ള കാര്യം എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ifconfig എന്ന് പറയുന്നത്, നമ്മുടെ ifconfig എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിൽ വരുന്ന ഡിവൈസസും കാര്യങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഐപിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ifconfig എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡും കാര്യങ്ങളും യൂസ് ചെയ്യുമ്പോൾ വരും. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കമാൻഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് പിന്നീട് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ഡയറക്ടറി എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബിൻ ഡയറക്ടറി നമ്മൾ എന്ത് ചെയ്തു, എക്സ്പ്ലോർ ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞതാണ് sbin. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും sbinനകത്താണ് എന്ത് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്ന എന്ത് വരാം കമാൻഡ്സും കാര്യങ്ങളും അല്ലാന്നുണ്ട് ആവശ്യമായിട്ടുള്ള ബൈനറീസും ഫയൽസും കാര്യങ്ങളും എന്തിൽ വരുന്നത് ഇവിടെ ആയിരിക്കും വരിക. ഓക്കെ, വേണ്ട ചേഞ്ച് പാസ്വേഡ്, ആ രീതിയിലുള്ള പാസ്വേഡും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനുള്ള, പിന്നെ അതുപോലെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കമാൻഡ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ, ifconfig ഒക്കെ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആവാൻ പോകുന്ന ചില കമാൻഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ഓക്കെ, ഇത് ifconfig ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ifconfig ഒക്കെ നമുക്ക് എന്ത് ആ ഒരു ifconfig കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ എന്താ വരുന്നുള്ള കാര്യം നോക്കാം. കണ്ടോ, ഇവിടെ നമ്മൾ ഏത് ഇന്റർനെറ്റ് പ്രൊവൈഡും കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഐപിയും കാര്യങ്ങളൊക്കെ എതർനെറ്റ് 0 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഐപിയും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോക്കൽ നെറ്റ് ലൂപ്പ് ബാക്ക് അഡ്രസ് ഐ ഡി കൊടുത്തിട്ടുണ്ട്, ലൂപ്പ് ബാക്ക് അഡ്രസ് ഐ ഡി കൊടുത്തിട്ടുണ്ട് 127. ഇത് നമ്മുടെ ഏതൊരു ക്ലാസ്സിൽ ഒരാൾ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്, 127 ഏത് അണ്ടറിൽ വരുന്ന ലൂപ്പ് ബാക്കിനായിട്ടാണ് യൂസ് ചെയ്യാം. ഈ ഒരു IP യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു IPയിൽ നമുക്ക് അത് ഹോസ്റ്റ് ചെയ്യാം. ഹോസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും, ഈ ഒരു കാലിക്കകത്ത് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയോ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കമാൻഡ്സും കാര്യങ്ങളൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, ഈ ഒരു /sbin എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിനകത്താണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് sbin എന്താണെന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. sbinനകത്ത് എന്ത് ചെയ്യും, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള സിസ്റ്റം കമാൻഡ്സ് അല്ലാന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള സിസ്റ്റം ബൈനറീസും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നിട്ടുള്ളത് /sbinനകത്ത് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ /usr/bin. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യും, /bin എന്ന് പറഞ്ഞു. ഇനി അടുത്ത വേറൊരു /bin ആണ് എന്ത് /usr/bin എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, നോൺ എസെൻഷ്യൽ കമാൻഡ്സ് ബൈനറീസ് ഫോർ യൂസേഴ്സ്. യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള അല്ലാത്ത നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കമാൻഡ്സും കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു ഡയറക്ടറിയിൽ വരിക. ഓക്കെ, യൂസേജ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ യൂസർ ആപ്ലിക്കേഷൻ ആൻഡ് കമാൻഡ്സ്. നമ്മൾ പുറമേ നിന്ന് ഒരു ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പൈത്തൺ എന്ന് പറഞ്ഞത് എന്താണ് നമ്മൾ തേർഡ് പാർട്ടി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ആ ലാംഗ്വേജിന് ആവശ്യമായിട്ടുള്ള കമാൻഡ്സും കാര്യങ്ങളൊക്കെ എവിടെ ആയിരിക്കും യൂസ് ചെയ്യാം, എവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്, /usr/bin. ഓക്കെ, സ്റ്റോർ യൂസർ ആപ്ലിക്കേഷൻ ആൻഡ് കമാൻഡ്സ്. യൂസർ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കമാൻഡ്സും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക /usr/bin എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിയിൽ വരുന്നത്. ഓക്കെ, അതൊന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ,
ഇതെന്ത് ചെയ്യും /usr വരുന്ന /bin എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിയും കാര്യങ്ങളാണ്. ഇവിടെ എന്ത് ചെയ്യും ഇതുപോലെ പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും സെറ്റ് ചെയ്തേക്കുന്നത്, ഇവിടെ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യും പലതരത്തിലുള്ള ഫയൽസും അതുപോലെ തന്നെ കോൺഫിഗറേഷനും ബൈനറീസും ഒക്കെ എന്ത് ചെയ്യും ാണ് /usr/bin പറ്റിയിട്ട് പറയാനുള്ള എക്സാമ്പിൾസ് പറഞ്ഞാൽ GCC, പൈത്തൺ, നാനോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ വിൻഡോസിൽ നോട്ട് പാഡ് എടുക്കില്ലേ, നോട്ട് പാഡ് എടുക്കുന്നത് പോലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത് ലിനക്സിൽ നാനോ എന്ന് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റ് എഡിറ്റർ ആണ് നാനോ. ഓക്കെ, സോ അതിൻ്റെ ആവശ്യമായിട്ടുള്ള കമാൻഡ്സും കാര്യങ്ങളും സ്റ്റോർ ചെയ്തേക്കുന്നത് എവിടെയാണ്, ഇവിടെ /usr/bin ഓക്കെ, ദെൻ /usr/bin sbin, നേരത്തെ ഒരു sbin നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി /usr/sbin എന്താണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, നോൺ എസെൻഷ്യൽ സിസ്റ്റം ബൈനറീസ്. ഓക്കെ, ഇതും എന്താണ് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള സിസ്റ്റം ബൈനറീസ് ആണ്. ഇവിടെ കമാൻഡ് ബൈനറീസ് ഫോർ യൂസേഴ്സ് ആണ്, ഇവിടെ എന്താണ് സിസ്റ്റം ബൈനറീസ് ആണ്. ഓക്കെ, ഇതിൻ്റെ യൂസേജ് എന്താണ്, കണ്ടെയ്ൻസ് അഡീഷണൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്ന നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള സിസ്റ്റം ബൈനറീസ് എവിടെ ആയിരിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബിൻ എന്തായിരുന്നു എസെൻഷ്യൽ ആയിട്ട് വരുന്ന എന്താണ് കമാൻഡ്സും കാര്യങ്ങളാണ്. SBin ആയാലും അവിടെ എന്താണ് എസെൻഷ്യൽ ആയിട്ടുള്ള എന്താണ് സിസ്റ്റം ബൈനറീസ് ആണ് അഡ്മിനിസ്ട്രേറ്ററിനുള്ളത്. ഇനി /usr/bin വരുമ്പോൾ എന്താണ് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കമാൻഡും ബൈനറീസും ആണ്, അത് യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള സിസ്റ്റം ബൈനറീസ് ആണ് ആർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡ്സും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അവിടെ ഈ തരത്തിലുള്ള ഫയൽസും കാര്യങ്ങളും അല്ല, സോറി, ഈ തരത്തിലുള്ള കമാൻഡ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നെയിംഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കമാൻഡ്സും കാര്യങ്ങളായിരിക്കും അവിടെ എന്ത് ചെയ്യാം കാണിക്കുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സോ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അതിനാവശ്യമായിട്ടുള്ള അപ്പാച്ചെ 2 ഈ ഒരു രീതിയിലുള്ള ഡയറക്ടറീസും അല്ല, സോറി ഡയറക്ടറീസ് അല്ല, കോൺഫിഗറേഷൻ ഫയൽസും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ബൈനറീസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രത്തോളമാണ് എന്ത് /usr/sbin എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറക്ടറിയിൽ വരുന്നത്. ദെൻ ലൈബ്രറി ഡയറക്ടറീസ് എന്തൊക്കെയാന്നുള്ള കാര്യം നോക്കാം. /lib/lib64 ഇതിന്റെ ഡിസ്ക്രിപ്ഷൻസ് എന്തൊക്കെയാണ്, ഇനി ലൈബ്രറി ഡയറക്ടറീസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി /lib അതുപോലെ തന്നെ /lib64 എന്തിനാ യൂസ് ചെയ്യാൻ നോക്കാം. ഡിസ്ക്രിപ്ഷൻ എസെൻഷ്യൽ ഷെയർഡ് ലൈബ്രറീസ് ഫോർ ബൈനറീസ് ഇൻ /bin ആൻഡ് /sbin. /binനും അതുപോലെ തന്നെ /sbinനും ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഷെയർഡ് ആയിട്ടുള്ള ലൈബ്രറീസും കാര്യങ്ങളാണ് എന്തിനുള്ള ഇവിടെ /libൽ വരുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇത് കേട്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോവാ. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി, കാണാതെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചാൽ മതി. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തല്ല ഡയറക്ടറീസും കാര്യങ്ങളൊന്നുമല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ടറീസ് ഞാൻ വരുമ്പോൾ ഓരോന്നായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. /etc ആയിക്കോട്ടെ, അതുപോലുള്ള വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡയറക്ടറീസ് ഉണ്ട്, അത് വരുന്ന നേരത്തെ ഞാൻ ഓരോന്നായിട്ട് പറയുന്നതായിരിക്കും. ഇതെന്താ ജസ്റ്റ് മനസ്സിലാക്കി എസെൻഷ്യൽ. ഇപ്പോൾ ഇവിടെ /bin അതുപോലെ തന്നെ sbin ആവശ്യമായിട്ടുള്ള ബൈനറീസിന് ആയിട്ടുള്ള ഷെയർഡ് ലൈബ്രറീസ് ആണ് അതിൽ വരുന്നത്. /lib അതുപോലെ തന്നെ /lib64. യൂസേജ് എന്താ, സ്റ്റോർസ് ലൈബ്രറി ഫയൽസ് നീഡഡ് ഫോർ ബേസിക് സിസ്റ്റം ബൈനറീസ് ടു ഫംഗ്ഷൻ. ആ ഒരു ബേസിക് സിസ്റ്റം ബൈനറീസ് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട്, ഫംഗ്ഷൻ ആവാനും വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ലൈബ്രറി ഫയൽസ് അവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, ഈ ഒരു /libലും /lib64 ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് lib.so.6 എന്ന് പറയുന്നത്. ഇതൊന്നും ചെയ്യേണ്ട, നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫയൽസ് ആ ഒരു ഡയറക്ടറി എന്ത് ചെയ്യാം ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. /libനകത്ത് വരുന്നതാണ് ഇപ്പോൾ വരുന്ന എത്രത്തോളം വരുന്ന ഫയൽസ്. ഇപ്പോൾ 7-zip എന്നൊക്കെ പറയുന്ന ആ ഒരു 7-zip എന്താണ് ഒരു ടൂളാണ്. അതൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ആ ഒരു ഫയൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പരിചിതമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ജോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടൂളാണ്. ഓക്കെ, അതിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ ലൈബ്രറീസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട്. ജോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ജോൺ എന്ന് പറഞ്ഞത്. അതിനാവശ്യമായിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ എന്തിലാണ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ദെൻ മൊസില്ല ഫയർഫോക്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ്, ഫയർഫോക്സിന് ആവശ്യമായിട്ടുള്ള ലൈബ്രറീസും കാര്യങ്ങളും ഈ ഒരു മൊസില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിനകത്താണ് വരുന്നത്. എക്സ്റ്റൻഷൻസ് ആയിക്കോട്ടെ, പ്ലഗിൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇതിനകത്താണ് വരുന്നത്. ദെൻ MySQL
അങ്ങനെ പലതരത്തിലുള്ള PHP ആയിക്കോട്ടെ, പലതരത്തിലുള്ള എന്ത് ചെയ്യുന്നു ഡയറക്ടറീസും കാര്യങ്ങൾ എന്തിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്, /lib/mozilla /libന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇനി /lib എന്നുള്ളിടത്ത് എന്ത് ചെയ്യാം, നമുക്ക് /lib64 നോക്കാം. ഓക്കെ, ഇവിടെ ആകെ ഒരു ഫയലാണ് വരുന്നത് തോന്നുന്നുണ്ട്. ഓക്കെ, ID Linux /x86 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഫയലും കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും പരിചയപ്പെടുത്താണ്. ഓക്കെ, ലൈബ്രറി ഫയൽസ് ഇന്നതാണെന്നുള്ള കാര്യം. ഓക്കെ, ദെൻ USRൽ എന്ത് വരുന്നുണ്ട്, ഒരു ലിബ് ഡയറക്ടറി വരുന്നുണ്ട്. USRൽ ലിബ് ഡയറക്ടറി എന്താണ്, ഡിസ്ക്രിപ്ഷൻ ലൈബ്രറീസ് ഫോർ ബൈനറീസ് ഇൻ USR bin. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ എന്താണ് /bin അതുപോലെ തന്നെ /sbin ആണ് ആവശ്യമായിട്ടുള്ള ഫയൽസും അല്ലാന്നുണ്ട് ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് ഫയൽസ് ആണ് എന്ത് ചെയ്യുന്നുള്ളത് ഇവിടെ ഉള്ളത്. പക്ഷേ /usr/lib എന്താണ് /usr bin അതുപോലെ തന്നെ /usr/sbin പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അവർക്ക് ആ ഒരു ഫയൽസിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ബൈനറീസിന് ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് ആണ് എന്ത് ചെയ്യുന്നത് /usr/libൽ വരുന്നത്. ഓക്കെ, ഇതിന്റെ യൂസേജസ് എന്തൊക്കെയാണ്? contains additional library files for user application. ഓക്കെ, ഇവിടെ എന്താ വരുന്നത്, ഈ കണ്ടെയ്ൻസ് അഡീഷണൽ ആയിട്ട് വരുന്ന ലൈബ്രറീസും കാര്യങ്ങളും ഇവിടെ /bin അതുപോലെ തന്നെ യൂസർ ആപ്ലിക്കേഷൻസ് ആണ് എന്തിൽ വരുന്നത് /bin അതുപോലെ തന്നെ /sbin വരുന്നത് നമ്മൾ കാര്യം പറഞ്ഞു. /sbin അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ആ ഒരു യൂസർ ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ലൈബ്രറി ഫയൽസും കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു ഡയറക്ടറിയിൽ. എക്സാമ്പിൾസ് ലൈബ്രറീസ് ഫോർ കമ്പൈലേഴ്സ് ആൻഡ് ഇന്റർപ്രറ്റേഴ്സ് ലൈക്ക് libpython.so. ഇതൊന്നും എന്തല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഈ ഒരു രീതിയിൽ പൈത്തണും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന നേരത്തെ അവിടെ ആവശ്യമായിട്ടുള്ള കമ്പൈലേഴ്സും കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു ഡയറക്ടറിയിലും കാര്യങ്ങളായിരിക്കും വരിക. ദെൻ /tmp ടെംപ് ഫയൽസും കാര്യങ്ങളൊക്കെ ടെമ്പററി ഡയറക്ടറീസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ നോക്കുന്നത്. ഓക്കെ, /tmp എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്ക്രിപ്ഷൻ ടെമ്പററി ഫയൽസ് ക്ലിയർഡ് ഓൺ റീബൂട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെമ്പററി ഫയൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് റീബൂട്ട് ചെയ്യുന്ന നേരത്തെ എന്തായി പോകും, ക്ലിയർ ആയി പോകും. സോ അത്രത്തോളമാണ് എന്ത് ചെയ്യുന്നുണ്ട് /tmp പറ്റി പറയാൻ. യൂസേജ് എന്താ, സ്റ്റോർ ടെമ്പററി ഡാറ്റ ജനറേറ്റഡ് ബൈ ആപ്ലിക്കേഷൻ ആൻഡ് സിസ്റ്റം. നമ്മൾ എന്ത് ചെയ്യും, ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന നേരത്തെ ടെമ്പററി ആയിട്ടുള്ള ഫയൽസും കാര്യങ്ങളും എന്ത് ചെയ്യും ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യുക സ്റ്റോർ ചെയ്യുക. അത് നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ വേറെ ഡയറക്ടറിയകത്തേക്ക് പോകും. പക്ഷേ അല്ലാത്ത പക്ഷം എന്താണ് ഈ ഒരു /tmp എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറക്ടറിനകത്തായിരിക്കും ഉണ്ടാകുക. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ് ടെമ്പററി ഫയൽസ് ഫ്രം ആപ്ലിക്കേഷൻ പ്രോസസ് ആൻഡ് ഇൻസ്റ്റാളേഴ്സ്. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങൾ ഓപ്പൺ ചെയ്യുന്ന അവിടെ വരുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും /tmp അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന നേരത്തെ അതിനാവശ്യമായിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും /tmp സ്റ്റോർ ചെയ്യുന്നത്. ദെൻ /var/tmp ഡിസ്ക്രിപ്ഷൻ ടെമ്പററി ഫയൽസ് ദാറ്റ് പെർസിസ്റ്റ് അക്രോസ് റീബൂട്ട്സ്. ഓക്കെ, അതിന്റെ യൂസേജ് എന്താ, യൂസ്ഡ് ടു ടെമ്പററി ഫയൽസ് ദാറ്റ് നീഡ് ടു സർവൈവ് എ സിസ്റ്റം റീബൂട്ട്. സിസ്റ്റം റീബൂട്ട് സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെമ്പററി ഫയൽസ് ആയിരിക്കും എന്ത് ചെയ്യുക ഇവിടെ ഉണ്ടാവുക. ഇവിടെ കുറച്ചും കൂടെ എന്തായിരിക്കും ലോങ് ടേം ടെമ്പററി ഡാറ്റ സ്റ്റോറേജ്. ഇവിടെ /temp പോലെയല്ല, കുറച്ചും കൂടെ ലോങ് ടേം ആയിട്ടുള്ള ഡാറ്റ സ്റ്റോറേജ് ആയിരിക്കും എന്ത് /varൽ വരുന്ന /tmp എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറക്ടറിനകത്ത് വരുന്നത്. ഓക്കെ, ടെമ്പററി ഫയൽസ് ദാറ്റ് പെർസിസ്റ്റന്റ് അക്രോസ് റീബൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് എന്തായില്ല അത് അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നില്ല. പകരം എന്ത് ചെയ്യുക ഒരു ലോങ് ടേം ടെമ്പററി ഡാറ്റ സ്റ്റോറേജ് ആണ് എന്ത് /var/tmp എന്ന് പറഞ്ഞത്. ഇനി ഡിവൈസ് ഫയൽസ് /dev. ഓക്കെ, /dev എന്താണ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താ, കണ്ടെയ്ൻസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഓരോ ഡയറക്ടറിയും പറയുന്നത്? അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണുന്നു വേണ്ട, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, അത്രത്തോളം ഉള്ളൂ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ചില ഫയൽ ഡയറക്ടറീസും കാര്യങ്ങളൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എങ്കിലും എന്താണ് ഇതിൽ പറയുന്നത് ഇപ്പോൾ /libും കാര്യങ്ങളും എന്തെങ്കിലും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ടറിയും കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഓരോ ഡയറക്ടറിയും പറയുമ്പോൾ? നിങ്ങൾക്ക് അതാണ് ഓപ്പൺ ചെയ്ത് ഓരോന്ന് കാണിച്ചു തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. കുറച്ച് എന്താ പറയുക ബോറടിപ്പിക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളതെന്ന് അറിയാം. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കൽ നിർബന്ധമായിക്കൊണ്ട് എന്താണ് ജസ്റ്റ് പറയുന്നതാണ്. ഓക്കെ, ഇനി /dev ഇത് എന്താ വെച്ചാൽ ഈ ഒരു ഫയൽസും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഭാഗം വരുന്നത് എന്താ വെച്ചാൽ ചില സോഫ്റ്റ്വെയർസും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന നേരത്തെ അതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യും നമ്മൾ ഈ ഒരു ഡയറക്ടറീസും കാര്യങ്ങളൊക്കെ /etc ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തുണ്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് എന്ത് ചെയ്യുക ജസ്റ്റ് മനസ്സിലാക്കിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ടറീസും കാര്യങ്ങളും. ഇനി വരുന്നതാണ് ഡിവൈസ് ഫയൽസ് /dev എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താ ചെയ്യുന്നത്, ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻ സ്പെസിഫിക് ഫയൽ റെപ്രസെൻറ്റിങ് ഹാർഡ്വെയർ ഡിവൈസസിനെ റെപ്രസെന്റ് ചെയ്യുന്ന
സ്പെഷ്യൽ ആയിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ എവിടെ ആയിരിക്കും സ്ലാഷ് ഡെവിനകത്തായിരിക്കും വരിക. പ്രൊവൈഡ്സ് ആൻ ഇന്റർഫേസ് ടു ഹാർഡ്വെയർ ഡിവൈസ്. ഈ ഒരു ഹാർഡ്വെയർ ഡിവൈസസ് ആയിട്ട് വരുന്ന കീബോർഡ് ആയിക്കോട്ടെ, അതുപോലെയുള്ള പലതരത്തിലുള്ള ഡിവൈസസ് ഉണ്ടാവും, മൗസ് ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു ഹാർഡ്വെയർ ഡിവൈസസിന് ആവശ്യമായിട്ടുള്ള ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്ന എവിടെയാണ് സ്ലാഷ് ഡെവിനകത്തായിരിക്കും. ഓക്കെ, അതെന്ത് ചെയ്യാം, നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ജസ്റ്റ്. ഓക്കെ, സ്ലാഷ് ഡെവിനകത്ത് വരുന്ന എന്താണ് പലതരത്തിലുള്ള ഹാർഡ്വെയർ ഡയറക്ടറിക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഓരോ ഫയൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വരും, ഡയറക്ടറീസും കാര്യങ്ങളായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, USB ഇപ്പോൾ ബസ്സിനകത്ത് അണ്ടറിൽ വരുന്നതാണ് USB. ഇപ്പോൾ USB കാര്യങ്ങളൊക്കെ പ്ലഗ് ചെയ്യുന്ന നേരത്തെ എന്തെങ്കിലും ഇവിടെ ആയിരിക്കും അത് കാണിക്കുക. ഓക്കെ, സോ ആ രീതിയിലാണ് എന്ത് വരുന്നത് സ്ലാഷ് ഡെവിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ലാഷ് ഡെവ് സ്ലാഷ് SDA ഫോർ ഫസ്റ്റ് ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ എന്തിനാണ് ഈ ഒരു ഡയറക്ടറിയിലാണ് വരുന്നത്. അത് ജസ്റ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ, SD എന്ന് പറഞ്ഞൊരു ഫയലാണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഇവിടെ SD എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ ആയിരിക്കും. ദെൻ സ്ലാഷ് ഡെവ് സ്ലാഷ് നൾ ഡിവൈസസ് ഡിസ്കാർഡ് ഓൾ ഡാറ്റ റിട്ടേൺ ടു ഇറ്റ്. ഓക്കെ, നമ്മൾ എന്താ പറയുക നൾ ഡിവൈസസും കാര്യങ്ങൾ ഇപ്പോൾ പെൻഡ്രൈവ് കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യും, ഈ ഒരു സ്ഥലത്തായിരിക്കും അത് പോയിന്റ്. ഓക്കെ, ദെൻ മൗണ്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ലാഷ് മീഡിയ സ്ലാഷ് MNT. ഓക്കെ, സ്ലാഷ് മീഡിയ അതുപോലെ തന്നെ സ്ലാഷ് MNT എന്ന് പറയുന്നതൊക്കെയാണ് മൗണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഇനി എന്ത് നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സ്ലാഷ് മീഡിയ എന്താണ്, ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മൗണ്ട് പോയിന്റ്സ് ഫോർ റിമൂവബിൾ മീഡിയ. ഓക്കെ, റിമൂവ് ചെയ്യാൻ പറ്റുന്ന മീഡിയാസും കാര്യങ്ങളും എന്തിലാണ് വരുന്നത് സ്ലാഷ് മീഡിയക്കകത്താണ് വരുന്നത്. ഓക്കെ, ദെൻ വരുന്നതാണ് യൂസേജ്. അതിൻ്റെ ഒരു യൂസേജ് വരുന്നത് എന്താണ്, ഈ ഒരു സ്ലാഷ് മീഡിയൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താ മൗണ്ട് പോയിന്റ്സ് ഫോർ റിമൂവൽ മീഡിയ, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന മീഡിയാസ് ഉണ്ട്. USB ആയിക്കോട്ടെ, CDs ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ DVD ആയിക്കോട്ടെ, അതൊക്കെ എന്താ റിമൂവ് ചെയ്യാൻ പറ്റുന്ന എന്താണ് മീഡിയാസും കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മൗണ്ട് പോയിന്റ്സ് ആണ് എന്തിൽ വരുന്നത് സ്ലാഷ് മീഡിയക്കകത്ത് വരുന്നത്. ഓട്ടോമാറ്റിക്കലി ഓർ മാനുവലി മൗണ്ട് റിമൂവൽ മീഡിയ സച്ച് ആസ് CDs DVDs ആൻഡ് USB. നമ്മളൊരു USB പ്ലഗ് ഇൻ ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു നമ്മുടെ ഈ ഒരു കാല ആയിക്കോട്ടെ, കാലയായിട്ട് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇവിടെ കാലയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കാലയിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ മൗണ്ട് ആയിട്ട് വരണം. ആ ഒരു റോള് വഹിക്കുന്ന ആരാണ്, സ്ലാഷ് മീഡിയ ആണ് അത് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ സ്ലാഷ് മീഡിയ സ്ലാഷ് CD ROM അതുപോലെ തന്നെ സ്ലാഷ് മീഡിയ സ്ലാഷ് USB. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡയറക്ടറിനകത്തേക്ക് പോയേക്കാം. സ്ലാഷ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറി എന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ, സ്ലാഷ് മീഡിയക്കകത്താണ് എന്ത് വരുന്നത് കാലി. ഓക്കെ, ഇവിടെ എന്താ ഈ പറഞ്ഞിട്ടുള്ള ഡയറക്ടറിക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇല്ല. ഓക്കെ, ഈ ഒരു മീഡിയൻ്റെ അണ്ടറിൽ കാലി വരുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് നമുക്കൊന്ന് റൂട്ടായിട്ട് കൊടുത്തു. ഓക്കെ, റൂട്ടിൻ്റെ അണ്ടറിൽ എന്ത് വരുന്നുണ്ട്, ഇവിടെ ഫയൽസ് ഡിവൈസസും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. സോ മീഡിയം കാര്യങ്ങൾ കാലിക്കകത്ത് വരുന്ന മീഡിയാസും കാര്യങ്ങളും ഒന്ന് ഇവിടെയാണ് എന്ത് ചെയ്യുക സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്ലാഷ് മീഡിയ USB, നമ്മൾ USB അതുപോലെ തന്നെ CD ROM ഇതൊക്കെ പ്ലഗ് ചെയ്യുന്ന നേരത്തെ ആയിരിക്കും എന്ത് ചെയ്യുക അവിടെ കാണിക്കുക. ഒരു USB പ്ലഗ് ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യും, ആ ഒരു സ്ലാഷ് USB എന്നുള്ള ആ ഒരു ഡയറക്ടറി നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ സ്ലാഷ് MNT മൗണ്ട് ചെയ്യുന്ന മറ്റൊരു ഡയറക്ടറിയാണ്. ഇവിടെ എന്താ ടെമ്പററി മൗണ്ട് പോയിന്റ്സ് ഫോർ ഫയൽ സിസ്റ്റം. ഫയൽ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ടെമ്പററി മൗണ്ട് പോയിന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ആ ഒരു യൂസേജ് എന്താ നോക്കാം, യൂസ്ഡ് ഫോർ മാനുവലി മൗണ്ടിങ് ഫയൽ സിസ്റ്റം ഡ്യൂറിങ് മെയിൻ്റെനൻസിൻ്റെ ടൈമിൽ എന്ത് ചെയ്യും, മാനുവലായിട്ട് മൗണ്ട് ചെയ്യുന്ന ഫയൽ സിസ്റ്റം കാര്യങ്ങളായിരിക്കും ഇവിടെ. എക്സാമ്പിൾ പറയുമ്പോൾ ടെമ്പററി മൗണ്ട് ഫോർ ബാക്കപ്പ് ഓർ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ബാക്കപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യും, അവിടെ ആയിരിക്കും എന്ത് ചെയ്യുക ആ ഒരു ഫയലും കാര്യങ്ങളും എന്ത് ചെയ്യുക ജനറേറ്റ് ആയിട്ട് അവിടെ ആയിരിക്കും നിൽക്കുക. ഓക്കെ, സോ ഇത്രത്തോളമാണ് എന്ത് ചെയ്യുന്നത് മൗണ്ട് പോയിന്റ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ദെൻ വേരിയബിൾ ഡാറ്റ പോയിന്റ്സ് വേരിയബിൾ ഡാറ്റ ഫയൽസ് സ്ലാഷ് വാർ എന്ന് പറയും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിയാണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താ, കണ്ടെയ്ൻസ് വേരിയബിൾ ഡാറ്റ ഫയൽസ് സച്ച് ആസ് ലോഗ് സ്പൂൾസ് ആൻഡ് ക്യാഷസ്. ഓക്കെ, നമ്മുടെ
ഈ ഒരു ഡിവൈസിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു യൂസറിന് ആവശ്യമായിട്ടുള്ള ലോഗും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എവിടെ ആയിരിക്കും ഉണ്ടാവുക, ഇവിടെ ആയിരിക്കും /var എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിയിലായിരിക്കും. ഇതിൻ്റെ യൂസേജ് എന്താ? സ്റ്റോർ ഫയൽസ് ദാറ്റ് ആർ എക്സ്പെക്റ്റഡ് ടു ഗ്രോ ഇൻ സൈസ് സച്ച് ആസ് ലോഗ്സ് ആൻഡ് ടെമ്പററി ഫയൽസ്. നമ്മളിപ്പോൾ ലോഗ്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള, നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ഇപ്പോൾ ഇവൻ്റ് എന്താണ്, ലോഗ് പറയുന്നതിന് മുന്നേ ഇവൻ്റ് എന്താണെന്നുള്ള കാര്യം. ഈ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ പവർ ഓഫ് ചെയ്തു. പവർ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇവൻ്റാണ്. ആ ഒരു ഇവൻറ്റിന് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്, അത് ലോഗ് ഫോർമാറ്റിലേക്ക് മാറി. ഓക്കെ, നമ്മളിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യും, ഒരു ലോഗായിട്ട് അവരുടെ സെർവറിൽ കാണിക്കും, ഇന്ന യൂസർ ഇന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ലോഗ് ചെയ്തിട്ടുണ്ട്. അത് അവർ സ്റ്റോർ ചെയ്ത് വെച്ചു. ആ ഒരു ഇവൻറ്റിനെ സ്റ്റോർ ചെയ്ത് വെച്ചപ്പോൾ എന്തായി, അത് ലോഗായി. ഇതുപോലെ നമ്മുടെ ഡിവൈസസിൽ വരുന്ന ഓരോ തരത്തിലുള്ള ഇവൻറ്റ്സിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സേവ് ചെയ്തിരിക്കുന്ന ലോഗ്സും കാര്യങ്ങളും എവിടെ ആയിരിക്കും, /varനകത്തായിരിക്കും ഉണ്ടാകുക. ഓക്കെ, സോ ഇങ്ങനെ അത് ലോഗ് ആവാം. അതുപോലെ തന്നെ ടെമ്പററി ഫയൽസ് ആയിരിക്കും. ടെമ്പററി ഫയൽസും കാര്യങ്ങളും ഗ്രോ ചെയ്യുന്ന സൈസിൽ ഗ്രോ ചെയ്യുന്ന എന്താണ് ഫയൽസും കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിനകത്ത് വരിക. ഓക്കെ, /var/log. ഓക്കെ, ലോഗ് ഫയൽസ് ഫോർ സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ. ഇവിടെ എന്താണ്, നമുക്ക് ഇതൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ലോഗും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു ഡയറക്ടറിയിലായിരിക്കും. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, /var എന്താണെന്നുള്ള കാര്യം നോക്കാം. സോ /varനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ലോക്കൽ വരുന്നുണ്ട്, ലിബ് വരുന്നുണ്ട്. ഇങ്ങനെ ടെമ്പററി ഫയൽസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ടെമ്പററി ഫയൽസ് മെയിൽ ആയിക്കോട്ടെ, OPT ആയിക്കോട്ടെ, റൺ ആയിക്കോട്ടെ, സ്പൂൾ, ഈ ഒരു ഡയറക്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, ബാക്കപ്സും കാര്യങ്ങളും എന്തായിരിക്കും, ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സൈസിൽ ഗ്രോ ആവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ബാക്കപ്പ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഒരു സൈസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെന്താവും, ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു /var ബാക്കപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽസിലായിരിക്കും. പിന്നെ ക്യാഷ് അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നിട്ടുള്ള സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ലോഗും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അപ്പാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു സെർവറാണ്. അപ്പോൾ ആ ഒരു സെർവറിൻ്റെ ആക്സസ് ലോഗ് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, അത് റണ്ണ് ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കാണിക്കുന്നില്ല. ഓക്കെ, ബാക്കിയുള്ള ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ അപ്പാച്ചി ലോഗ് ഇവിടെ നോക്കുന്ന നേരത്തെ എന്ത് ചെയ്യും, ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ലോഗ് എന്ന് പറഞ്ഞത് 127.0.0.1 എന്ന് പറഞ്ഞിട്ടുള്ള ഇതെന്താണ്, ലൂപ്പ് ബാക്ക് അഡ്രസ് ആണ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലൂപ്പ് ബാക്ക് അഡ്രസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു അപ്പാച്ചി സെർവർ അപ്പ് ചെയ്ത നേരത്തെ എന്ത് ചെയ്തിട്ടുള്ള, അവിടെ വന്നിട്ടുള്ള ലോഗും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ലോഗിനെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇത് ഒരു സൈബർ സെക്യൂരിറ്റിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, ലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലോഗ് എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ ഒരു ഇവന്റിനെ സ്റ്റോർ ചെയ്താൽ എന്തായി, ലോഗായി. ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് നടക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ, സിസ്റ്റം പവർ ഓഫ് ചെയ്യുന്നതായിക്കോട്ടെ, പവർ ഓൺ ചെയ്യുന്നതായിരിക്കോട്ടെ, എന്ത് കാര്യം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കട്ടെ, ഇതൊക്കെ ഒരു ഇവന്റ് ആണ്. ആ ഇവന്റിനെ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റോർ ചെയ്ത് വെച്ചാൽ എന്തായി, ലോഗായി. അപ്പോൾ ഈ ഒരു രീതിക്ക് ഫയൽസ്, ഈ ഒരു രീതിക്ക് വരുന്ന ലോഗും കാര്യങ്ങളും ഈ ഒരു ഡയറക്ടറിയിലായിരിക്കും, /var/log എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറിയിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ വരുന്ന ഒരു ഡയറക്ടറീസ് ആണ് /var/spool. സ്പൂൾ ഡയറക്ടറീസ് ഫോർ ടാസ്ക് ലൈക്ക് പ്രിന്റിങ്ങും അതുപോലെ തന്നെ വരുന്ന ടാസ്കിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും /var/spoolനകത്തായിരിക്കും വരുന്നത്. അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ, ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. ഇന്ന ടൈമിൽ ഇന്ന ടാസ്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡയറക്ടറിനകത്താണ്, /var/spoolനകത്തായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ /mail എന്നൊക്കെ പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു രീതിക്കുള്ള ഇപ്പോൾ ക്രോൺ ജോബ്സും കാര്യങ്ങളും വരുന്ന ഫയൽ ഡയറക്ടറീസും കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക, അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ടാസ്കിൽ വരുന്നത് അതാണ് ടാസ്ക്. ക്രോൺ ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാസ്കും കാര്യങ്ങളും അസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു ടൈം മാനറിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ക്രോൺ ജോബ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ വരുന്നതാണ് /opt എന്ന് പറഞ്ഞത്. /opt എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്ഷണൽ സോഫ്റ്റ്വെയർ. ഓക്കെ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താവും, കണ്ടെയ്ൻസ് ഓപ്ഷണൽ സോഫ്റ്റ്വെയർ പാക്കേജ് ആൻഡ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്. ഇവിടെ ആയിരിക്കും ഓപ്ഷണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജസ്. നമ്മളല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഡയറക്ടറിക്കകത്തായിരിക്കും വരിക. ദെൻ യൂസേജ്, ഇതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസ്ഡ് ഫോർ
ഗൈസ് ഒരു മിനിറ്റ്. എന്ത് ചെയ്തു, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന /OPT, അതായത് ഓപ്ഷണൽ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ യൂസേജ് എന്തായിരുന്നു? യൂസ്ഡ് ഫോർ ഇൻസ്റ്റാളിങ് ആൻഡ് മാനേജിങ് അഡീഷണൽ സോഫ്റ്റ്വെയർ നോട്ട് ഇൻക്ലൂഡഡ് വിത്ത് സിസ്റ്റം. ഓക്കെ, നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയറോ കാര്യങ്ങൾ തേർഡ് പാർട്ടി കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എന്തിലാണ് വരുന്നത്? /OPT എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ പാക്കേജസ്, തേർഡ് പാർട്ടി ടൂൾസ്. ഈ ഒരു തേർഡ് പാർട്ടി ടൂൾസ് ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ പാക്കേജസ് ആയിക്കോട്ടെ, ഇതൊക്കെ എവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്? ഈ ഒരു /OPT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിലായിരിക്കും. അതെന്താ ചെയ്യുക, നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിലെന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, കോമൺ ആയിട്ട് വരും, നമുക്ക് നമ്മൾ കാണുന്നതെന്നുള്ളതൊക്കെ. ഒരു ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നിങ്ങൾ ബബ്സ്യൂട്ടും കാര്യങ്ങളും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിൻ്റെ ഒരു അതുപോലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലൊരു ടൂളാണ് എന്ത്, ഈ ഒരു സാപ്പ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ആ രീതിക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും സാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ മൈക്രോസോഫ്റ്റിനകത്ത് എന്താ വരുന്നത്, പവർഷെൽ. ഇതിന് വരുന്ന പവർഷെൽ യൂസ് ചെയ്യുന്നത്, പവർഷെൽ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ എന്താണ്, ഷെല്ലാണ്. അപ്പോൾ ആ ഒരു ഷെല്ലിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഷെല്ല് യൂസ് ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള ഫയൽസും അതുപോലെ തന്നെ കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഇവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇവിടെ രണ്ട് കൊമേഴ്ഷ്യലായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ദെൻ OWASP ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ടൂളാണ് എന്ത്, സാപ്പ് എന്ന് പറഞ്ഞാൽ. OWASP എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഓക്കെ, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ പവർഷെല്ലും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമായിട്ടുള്ള കോൺഫിഗറേഷൻ ഫയൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യാം, ഈ ഒരു /OPT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിനകത്ത് ഉണ്ടാവുക. ഓക്കെ, ദെൻ ബൂട്ട് ലോഡർ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. ബൂട്ട് ലോഡർ എന്താണെന്നുള്ള കാര്യം. ഓക്കെ, ബൂട്ട് ലോഡർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡിസ്ക്രിപ്ഷൻ എന്താണ്, ഫയൽസ് നീഡ് ടു ബൂട്ട് ദ സിസ്റ്റം ബൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫയൽസും കാര്യങ്ങളും എന്താണ്, ഇവിടെ /boot എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിക്കകത്താണ് ഉണ്ടാവുക. ദെൻ ഇൻക്ലൂഡിങ് ദ കേർണൽ ആൻഡ് ബൂട്ട് ലോഡർ കോൺഫിഗറേഷൻ ഫയൽസ്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും, ഈ ഒരു നമ്മുടെ ഒരു നമ്മുടെ ഒരു PC ഓപ്പൺ ആയിട്ട് വരാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് വരാൻ, ഷട്ട് ഡൗൺ അല്ല, നമ്മൾ പവർ അപ്പ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും, ആവശ്യമായിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഫയൽസ് നീഡ് ടു ബൂട്ട് ദ സിസ്റ്റം ബൂട്ട് ചെയ്യാനുള്ള ഫയൽസും കാര്യങ്ങളും ഇൻക്ലൂഡിങ് ദ കേർണൽ അതുപോലെ തന്നെ ബൂട്ട് ലോഡർ കോൺഫിഗറേഷൻ ഫയൽസും കാര്യങ്ങളും എന്തായിരിക്കും, /boot എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിനകത്തായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു /bootനകത്ത് ആവശ്യമായിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഗ്രബ് എന്താണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഫോൺസും കാര്യങ്ങളും നമുക്ക് ആ ഒരു പവർ അപ്പ് ചെയ്യുന്ന നേരത്ത് റണ്ണായി വരുന്ന ഫോൺസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാലിൻ്റെ തീംസും കാര്യങ്ങളും കണ്ടോ, ഈ ഒരു
തീമാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്ന നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരത്തെ കാലി ഓപ്പൺ ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു തീമും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ. അതെന്ത് ചെയ്തിട്ടുണ്ട്? അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇത്ര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഡയറക്ടറിയിലായിരിക്കും കൊടുത്തിട്ടുണ്ട്. കാലിക്ക് ആവശ്യമായിട്ടുള്ള അത് ബൂട്ട് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യുന്ന തീമും കാര്യങ്ങളാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? ഫോൺസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ. ഓക്കെ. ഇവിടെ ഈ ഒരു ഫോണ്ടായിരിക്കും എന്ത് യൂണിക്കോഡ് PF2 എന്ന് പറഞ്ഞിട്ടുള്ള കൊടുത്തിട്ടുള്ളത്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള ഡയറക്ടറീസും കാര്യങ്ങളും ഉണ്ട്. ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിഫറൻ്റ് ആയിട്ട് എടുത്ത് നോക്കുന്നില്ല. ഓക്കെ. നമുക്കറിയുന്ന ഇപ്പോൾ കാലി ഓപ്പൺ ചെയ്യുന്ന പവറപ്പ് ചെയ്യുന്ന നേരത്ത് വരുന്ന എന്താണ് ഇമേജസും കാര്യങ്ങളും ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ടീം ടെക്സ്റ്റ് എന്താണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ ഓരോ ഐക്കണിൻ്റെ ആ ഒരു കോഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ആ ഒരു റണ്ണായി വരുന്ന നേരത്ത് പവറപ്പായി വരുന്ന നേരത്ത് കൊടുത്തേക്കുന്ന ആ ഒരു കോഡും കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇവിടെ ആ ഒരു തീമിൻ്റെ ടെക്സ്റ്റാണ് TXT ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ. ദെൻ ഈ ഒരു ഫയൽ നമുക്ക് ഓക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. സോ ഇത്രത്തോളമാണ് എന്ത് ചെയ്യുന്നത് ഡയറക്ടറിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗ്രബ് ബൂട്ട് ലോഡർ കോൺഫിഗറേഷൻ ഫയൽസ് നമ്മൾ നേരത്തെ എടുത്ത് കാണിച്ചു തന്നു. അതിനകത്താണ് കാര്യങ്ങളും വരുന്നത് എന്നുള്ള കാര്യം കണ്ടു. തീമും കാര്യങ്ങളൊക്കെ വന്ന്. ഓക്കെ. ഇത്രത്തോളമാണ് എന്ത് ചെയ്യുന്നത് ഫയൽ ഹയറാർക്കി വരുന്നത്. ലിനക്സിൻ്റെ ഫയൽ ഹയറാർക്കി വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ലെവലിലാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്തു. നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് വരുന്ന ഒരു ഡയറക്ടറിയും കാര്യങ്ങളൊക്കെ നോക്കി അതിനകത്ത് ഓക്കെ സ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറക്ടറിൻ്റെ അണ്ടറിലാണ് എന്ത് വരുന്നത് ബാക്കിയുള്ള ഡയറക്ടറീസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ. ഇവിടെയാണ് ബിന്ന് ബൂട്ട് ആ രീതിയിലുള്ള പിന്നെ ഓരോ ഡയറക്ടറീസിൻ്റെയും ആവശ്യകത അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രത്തോളമാണ് എന്ത് ചെയ്യുന്നത് ലിനക്സിൻ്റെ ഫയൽ ഹയറാർക്കിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഡയറക്ടറീസ് എന്ന് പറഞ്ഞത് ഒന്ന് /bin ആണ്. പിന്നെ അതുപോലെ തന്നെ /etc ദെൻ /homeനകത്താണ് എന്ത് വരുന്നത്. ഈ /home എടുക്കുമ്പോഴാണ് എന്ത് ആ ഒരു യൂസർ റെഗുലർ ആയിട്ട് വരുന്ന യൂസർ കാലി ആ ഒരു യൂസറും കാര്യങ്ങളും ഈ ഒരു /homeനകത്താണ് വരുന്നത്. പിന്നീട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഫയൽസ് ഡയറക്ടറീസ് ആണ് എന്ത് /root എന്ന് പറയുന്നത്. അതുപോലെ തന്നെ /var. ഓക്കെ. ഇനി /tmp etc ഈ പറയുന്ന ഡയറക്ടറീസും കാര്യങ്ങളൊക്കെ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡയറക്ടറീസ് ആണ്. ഇനി നമ്മൾ ഇപ്പോൾ പ്രിവിലേജ് എക്സ്കലേഷൻ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു റെഗുലർ യൂസർ ആയിട്ടുള്ള ഈ ഒരു കാലിയിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം റൂട്ടിലേക്ക് പെർമിഷൻ കിട്ടണം. റൂട്ടിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന അവിടെ നമുക്ക് ആ ഒരു പാസ്വേഡും കാര്യങ്ങളും കിട്ടാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും /etc കുറച്ച് ഫയൽസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു പാസ്വേഡും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫയലും കാര്യങ്ങളാണ് ഡയറക്ടറിയും കാര്യങ്ങളാണ് etc എന്ന് പറയുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഹോം കാര്യങ്ങൾ അവിടെയാണ് വരുന്നത്. ബൂട്ട് എന്താന്നുള്ള കാര്യങ്ങളും അതുപോലത്തെ ബിൻ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫയൽ ഹയറാർക്കി സിസ്റ്റം മനസ്സിലായോ കംപ്ലീറ്റ്ലി? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് തിയറി പാർട്ടായതുകൊണ്ട് തന്നെ കുറച്ച് ബോറടിപ്പിക്കുന്ന പാർട്ടാണെന്ന് അറിയാം. എന്നാലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? എനിവൺ? ഓക്കെയാണ്. ഓക്കെ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാൽ എന്ത് ചെയ്യാം നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള കുറച്ച് കമാൻഡ്സും കാര്യങ്ങളും നോക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഗ്രാഫിക് ഇൻ്റർഫേസ് ആണ് ഇപ്പോൾ കാലിയിൽ ഇത്ര നേരം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിന് ഒരു CLI കമാൻഡ് ലൈനിലേക്ക് പോകുമ്പോൾ എന്താണ് കമാൻഡ് ലൈൻ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു /home എന്നെടുത്തു. ഓക്കെ. ഈ ഒരു /home എടുത്തിട്ട് കാലിയിൽ നിന്ന് എടുത്തപ്പോൾ എന്ത് ചെയ്തു നമുക്ക് ഇത്രത്തോളം വരുന്ന ഫയൽസും കാര്യങ്ങളും കാണിച്ചു. ഇതിനി ഒരു കമാൻഡ് ലൈനിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും കാണുക എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ. ഈ ഒരു റൂട്ടിൻ്റെ ക്ലോസ് ചെയ്യാം. പുതിയൊരു എടുക്കാം. ഓക്കെ. നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് ഇപ്പോൾ /homeനകത്ത് /കാലിക്കകത്ത് ഓപ്പൺ ചെയ്തപ്പോഴാണ് എന്ത് ചെയ്ത് ഇത്രയും ഡയറക്ടറീസ് കിട്ടി. ഇവിടെ നമുക്ക് എന്ത് ചെയ്തു ഗ്രാഫിക് ഇൻ്റർഫേസ് ആയതുകൊണ്ട് തന്നെ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്തു ഈ ഒരു ഡയറക്ടറിയിലേക്ക് സ്വിച്ചായി. പകരം ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ഡയറക്ടറീസ് ഉണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞു കോഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, ഡെസ്ക്ടോപ്പ്, ഇങ്ങനെ പലതരത്തിലുള്ള എന്ത് വരുന്നുണ്ട് ടൂൾസ് ആയിക്കോട്ടെ, ഇങ്ങനെ പലതരത്തിലുള്ള ഡയറക്ടറീസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു കമാൻഡ് ഇൻ്റർഫേസിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് LS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡാണ് യൂസ് ചെയ്തത്. LS എന്ന് പറഞ്ഞാൽ എന്താണ് ലിസ്റ്റ് ചെയ്യും. ഓക്കെ. ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ഡയറക്ടറീസ് ഇപ്പോൾ
ഈ ഒരു ഡയറക്ടറി എവിടെയാന്നുള്ള കാര്യം കാണിക്കാം. ഓക്കെ. ഇപ്പോൾ /home കാലി ഈ ഒരു PW നമുക്ക് പറയാം. ഓക്കെ. ആദ്യം നമുക്ക് ls എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് എന്താന്നുള്ള കാര്യം പഠിക്കാം. ഓക്കെ. ls എന്ന് പറയുന്ന കമാൻഡ് എന്താണ്? നമ്മൾ /home/kali എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിയിലാണ് ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ഈ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യുന്ന നേരത്ത് ഉണ്ടാകുക. അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഫയൽസും കാര്യങ്ങളും ഉണ്ട്. അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫിക് ഇന്റർഫേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ടാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറെ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഈ ഡയറക്ടറീസും കാര്യങ്ങളും ഫയൽസും കാര്യങ്ങളും ഫോൾഡേഴ്സും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തു? കാണാനായിട്ട് പറ്റി. ഓക്കെ. അതുപോലെ കമാൻഡ് ലൈനിൽ വരുമ്പോൾ എന്താണ്? ls എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമാൻഡാണ് ലിസ്റ്റ്. ഓക്കെ. ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമാൻഡാണ് ഇവിടെ യൂസ് ചെയ്യുക. കമാൻഡ് മനസ്സിലായോ? സോറി, കമാൻഡ് മനസ്സിലായോ? ls എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് സിമ്പിളാണ്. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണം, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഓക്കെ. ഇല്ല, ഇതിനെല്ലാവർക്കും മനസ്സിലായി. ആശക്ക് മനസ്സിലായോ? ആശ മനസ്സിലായാലേ ചോദിച്ചോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വരെ നമ്മൾ പറഞ്ഞു തരാൻ തയ്യാറാണ്. ആശക്ക് മനസ്സിലായോ ls എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് എന്താണ്? ഓക്കെ. ആണോ? ഓക്കെ. ഓക്കെ. ls എന്ന് പറയുന്ന കമാൻഡ് ലിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ. സോ ഇവിടെ എന്ത് ചെയ്യും? ls എന്ന് കൊടുക്കുന്ന നേരത്തെ ഇവിടെ കാണിക്കുന്ന ഈ ഒരു ഡയറക്ടറീസും കാര്യങ്ങളും എന്ത് ചെയ്യും? നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ls എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും? ആ ഒരു ഡയറക്ടറിയിൽ വരുന്ന ഫയൽസ് ഫോൾഡേഴ്സ് ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് ls എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് വരുന്നത്. ഓക്കെ. സോ ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യുക? അവസാനം ഈ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന കമാൻഡ്സും കാര്യങ്ങളും നമ്മളെ ഈ ഒരു ചാറ്റിൽ ഇടാൻ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് എന്ത് ചെയ്യുക? റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു ഡയറക്ടറി ഇപ്പോൾ ഒരു കോഡക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും? ഈ ഒരു കോഡക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിനകത്തേക്ക് പോകും. ഓക്കെ. ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ഗ്രാഫിക് ഇൻ്റർഫേസിനകത്ത്. പകരം നമ്മൾ ഈ ഒരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസിനകത്ത് നമ്മൾ ഏത് കമാൻഡാണ് യൂസ് ചെയ്യുക? cd. ഓക്കെ. cd എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. ചേഞ്ച് ഡയറക്ടറി അല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ഡയറക്ടറി എന്നാണ് cdൻ്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ. ആ ഒരു cd കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഡയറക്ടറി ചേഞ്ച് ചെയ്യാനുള്ള കമാൻഡ് cd എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറി cd എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡാണ് എന്ത് ചെയ്യുക? ഡയറക്ടറി ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? കോഡക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്തു. പകരം ഈ ഒരു കമാൻഡ് ലൈനിൽ വരുമ്പോൾ എന്തായി? cd കോഡക്സ്. അപ്പോൾ എന്തായി? ആ ഒരു ഡയറക്ടറി ഓപ്പൺ ആയിട്ട് വന്നു. അവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ലിസ്റ്റ് ചെയ്യുന്ന നേരത്തെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്താണ്? ഈ ഒരു ഗ്രാഫിക്സ് ഇൻ്റർഫേസിൽ നോക്കുമ്പോൾ എന്താണ്? അവിടെ ഒന്നുമില്ല. ഓക്കെ. പകരം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ. ഇപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഈ ഒരു കോഡക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത നേരത്തെ എന്ത് ചെയ്യും? ഇവിടെ ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫോൾഡർ കാണാനായിട്ട് പറ്റി. ഓക്കെ. ഇപ്പോൾ ഞാൻ ഈ cd എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്തു? കോഡക്സിനകത്ത് കയറി. ഇപ്പോൾ ഇവിടെ നേരത്തെ ls എന്ന് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഒരു ഫയൽസോ കാര്യമോ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്ടറീസോ അല്ലാതെ ഫോൾഡേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. പകരം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ന്യൂ ഒരു ഫോൾഡർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തു. അത് ഇവിടെ കാണുന്നുണ്ടോ എന്ന് കാര്യം നോക്കാം. ഓക്കെ. ഇവിടെ എന്ത് ചെയ്തു? ഇപ്പം ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഡയറക്ടറി കാണാനായിട്ട് പറ്റും. ഓക്കെ. ഇനി അതിനകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ്? cd ന്യൂ. ഓക്കെ. ന്യൂ ഫോൾഡർ എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും? നമുക്ക് പോകാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു? ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറക്ടറിക്ക് പോകാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? ഈ ടാബ് കീ അമർത്താണ് എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ഫോൾഡറിനകത്തേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു സ്ലാഷ് എന്ന് കാണുന്നുണ്ട്. അതെന്ത് ചെയ്യുക? ജസ്റ്റ് ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? റീനെയിം കൊടുത്തിട്ട് അവിടെ സ്ലാഷ് വരാൻ കാരണം എന്താണ്? ന്യൂ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? സ്പേസ് വന്നുകൊണ്ടാണ് അവിടെ സ്ലാഷ് വന്നത്. ഓക്കെ. സ്റ്റുഡൻസ് എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലാഷും കാര്യങ്ങളും വരില്ല. ഓക്കെ. ഇപ്പം എന്ത് ചെയ്തു? ഓക്കെ. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ചേഞ്ച് ഡയറക്ടറി, അതുപോലെ തന്നെ ലിസ്റ്റ്, ls, അതുപോലെ തന്നെ cd. ഈ രണ്ട് കമാൻഡ് മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിളായിട്ട് വരുന്ന കമാൻഡ്സ് ആണ്. ഓക്കെ. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഡയറക്ടറി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് cd യൂസ് ചെയ്യും. അവിടെയുള്ള ഏതൊക്കെ ഫയൽസും ഡയറക്ടറീസും ഉണ്ടെന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ls യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ഡയറക്ടറി എന്ന് പറഞ്ഞാൽ
കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടുത്തൊരു കമാൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡാണ്. ഓക്കെ, കാറ്റ്. ഓക്കെ, അതിന് മുന്നായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഡോക്യുമെന്റ്. ഇപ്പം എനിക്ക് എന്താണ് കോഡക്സിനകത്ത് വരുന്ന സ്റ്റുഡൻസിനകത്ത് എന്ത് വരുന്നുണ്ട്, ഒരു ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ട്. ആ ഒരു ടെക്സ്റ്റ് ഫയൽ എന്ത് ചെയ്യണം, എനിക്ക് വായിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ആദ്യം എന്ത് ചെയ്യും, CD നമുക്ക് ആ ഒരു കോഡക്സിനകത്തുള്ള ഡയറക്ടറി ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറിനകത്തേക്ക് സ്വിച്ച് ചെയ്യണം. ആദ്യം CD എന്ന് പറഞ്ഞിട്ടുള്ള കോഡക്സ്, ഇപ്പം നമ്മളുള്ള ഹോം ഡയറക്ടറിനകത്താണ്, ഹോം കാലി എന്ന് പറഞ്ഞ ഡയറക്ടറിനകത്താണ് CD കോഡക്സ്. C എന്ന് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ടാബ് കീ കൊടുത്താൽ എന്ത് ചെയ്യും, ബാക്കി അവിടെയുള്ള വരുന്ന ഡയറക്ടറീസും കാര്യങ്ങളും കാണിച്ചു തരും. അതിലേതെങ്കിലും സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, കോഡക്സ് എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ ഏത് ഡയറക്ടറി ആണ്, ഇനി ഏത് ഫോൾഡറാണ് ഉള്ളതെന്ന് നോക്കി. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, സ്ലാഷ് കോഡക്സിനകത്തേക്ക് കയറി. ഇനി കോഡക്സിനകത്ത് ഏതൊക്കെ ഫയൽസ് ഫോൾഡേഴ്സും കാണുന്നുണ്ട് നോക്കാം. അവിടെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി LS എന്ന് കൊടുത്തു. അപ്പോൾ അവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ കാണുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം, എനിക്ക് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫോൾഡറിനകത്തേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഞാൻ CD സ്റ്റുഡൻസ് എന്നുള്ള ആ ഒരു ഇത് കൊടുത്തു. ഓക്കെ, CD സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറക്ടറി എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, CD സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയറക്ടറി ഓപ്പൺ ആയി വന്നു. ഇനി ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്ന് നോക്കുന്ന നേരത്തെ എന്ത് ചെയ്തു, ഇവിടെ ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടെന്നുള്ള കാണാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഫയൽ വായിക്കണം. ആ ഫയലിനകത്ത് ആ ഒരു ടെക്സ്റ്റ് ഡയറക്ടറിനകത്ത് എന്താണുള്ള കാര്യം എനിക്ക് വായിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കാറ്റ്. ഓക്കെ, കാറ്റ് ഹായ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കാറ്റ് ഹായ് എന്ന് കൊടുത്ത് എൻ്റർ കൊടുക്കുകയാണെന്ന് എന്ത് ചെയ്യും, ഇവിടെ ആ ഒരു ടെക്സ്റ്റ് ഫയലിനകത്ത് എന്ത് കാര്യമാണ് കണ്ടെയ്ൻ ചെയ്തേക്കുന്നത് ഇവിടെ കാണിക്കും. കാറ്റ് ഹായ് എന്ന് കൊടുത്തപ്പോൾ എന്ത് ചെയ്യും, ഹലോ ദെയർ. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഫയലാണ്, ആ നേരത്തെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ടെക്സ്റ്റാണ് ഹലോ ദെയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം CD കൊടുത്തു, കോഡക്സ് എന്ന് കൊടുത്തു. അപ്പോൾ കോഡക്സ് ഓപ്പൺ ആയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് LS ലിസ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഒരു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ നമുക്ക് കാണാനായിട്ട് പറ്റി. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ CD സ്റ്റുഡൻസിനകത്തുള്ള ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടായിരുന്നു. ആ ഒരു ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ഫയൽ വായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കാറ്റ് ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് കൊടുത്തു. ഇത്രത്തോളം ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു കമാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ യൂസ് ചെയ്തു. നമ്മൾ ഏത് ഡയറക്ടറിനകത്താണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് അറിയില്ല. ഓക്കെ, നമുക്ക് ഏത് ഡയറക്ടറിയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, PWD. ഓക്കെ, അതിൻ്റെ ഫുൾ ഫോം എന്താ, പ്രിന്റ് വർക്കിംഗ് ഡയറക്ടറി. നമ്മൾ നിലവിലുള്ള ഡയറക്ടറി ഏതാ, ഇവിടെ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, PWD എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ലാഷ് ഹോമിനകത്ത് /CALI/CODEX/students ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിനകത്താണ് നമ്മൾ എന്ത് ചെയ്തത്, നിലവിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു PWD പ്രിന്റ് വർക്കിംഗ് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമാൻഡ്, PWD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നിലവിൽ എവിടെയുള്ളതെന്നുള്ള കാര്യം, എവിടെയുള്ള ഈ ഏത് ഡയറക്ടറിനകത്താണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രേ ഉള്ളൂ. PWD എന്താണെന്നുള്ള മനസ്സിലായോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? PWD. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നെക്സ്റ്റ് കമാൻഡിലേക്ക് കടക്കാം. ഓക്കെ, നെക്സ്റ്റ് കമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പലതരത്തിലുള്ള യൂസേഴ്സും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, പലതരത്തിലുള്ള യൂസേഴ്സ് ഉണ്ട്. ഇപ്പോൾ റൂട്ടായിട്ടുള്ള വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്ന യൂസർ ഉണ്ട്. അതുപോലെ തന്നെ റെഗുലർ യൂസേഴ്സ് ആയിട്ട് വരുന്ന, ഇപ്പോൾ കാലി ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന യൂസറാണ് കാലി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏത് യൂസർ ആയിട്ടാണ് ലോഗിൻ ചെയ്തേക്കുന്നതെന്ന് അറിയാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹു ആം ഐ, ഞാൻ ആരാണെന്നുള്ള ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ആരായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അല്ല ഞാൻ ആരായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തൊക്കെ തരത്തിൽ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ റെഗുലർ യൂസർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ കാലി എന്ന് പറഞ്ഞാൽ റെഗുലർ യൂസറാണ്, റൂട്ട് എന്ന് പറഞ്ഞത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റൂട്ടാണ്. നമ്മൾ ഏത് യൂസറാണ്, അപ്പോൾ ഏത് യൂസറാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഹു ആം ഐ ഈ ഒരു കമാൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഏത് യൂസറായിട്ടാണ് ഇപ്പോൾ
കാര്യങ്ങൾ ചെയ്യുന്നത് കാലി എന്ന് പറഞ്ഞിട്ടുള്ള യൂസർ ആയിട്ടാണ്. അതിൻ്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാം ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആരായിട്ടാണ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ള ഏത് യൂസർ ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഈ ഹൂ ആം ഐ യൂസ് ചെയ്യുന്നതെന്ന് എവിടെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പുറത്തൊരു കമ്പ്യൂട്ടർ നമുക്ക് ആക്സസ് കിട്ടി. ആ ഒരു ആക്സസ് കിട്ടുന്ന നേരത്ത് നമ്മളിപ്പോൾ വൾനറബിലിറ്റീസും കാര്യങ്ങളുണ്ട് അത് കണ്ടുപിടുത്തിയിട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഒരു കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് ആ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തിട്ട് അത് ഏത് യൂസർ ആയിട്ടാണ് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തേക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഹൂ ആം ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അവസാനമായിട്ട് എന്ത് ചെയ്യുക, എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് കൂടെ ഞാൻ എന്ത് ചെയ്യുക കാണിക്കുന്നുണ്ട്. എക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫയലും കാര്യങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹലോ ദേർ നേരത്തെ കൊടുത്തല്ലോ, അതുപോലെ തന്നെ ഹായ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എക്കോ ഹായ് എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും, താഴെ നമുക്ക് ഹായ് എന്നുള്ള രീതിയിൽ കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇതിൻ്റെ ഒരു യൂസേജ് എന്താണെന്നുള്ള കാര്യം തോന്നും. ഓക്കെ, പകരം നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണെന്ന് വെച്ചാൽ എക്കോ ഇപ്പോൾ ഹായ് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഹായിനെ ഇപ്പോൾ ഇവിടെ എന്താ ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണല്ലോ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ലിസ്റ്റ് ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യും, സോറി, നമുക്ക് ഹായ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, എക്കോ വേറെ കമാൻഡ് യൂസ് ചെയ്യാം, എക്കോ ഹലോ ദേർ. ഇപ്പം എന്ത് ചെയ്യും, നമുക്കിവിടെ ആ ഒരു എക്കോ എന്ത് ചെയ്യുന്ന ഔട്ട്പുട്ട് നമ്മൾ ഏത് ടെക്സ്റ്റ് ആണോ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കാണിക്കും. ഓക്കെ, എക്കോ ഹലോ ദേർ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് ഹലോ ദേർ എന്ന് തന്നെ കാണിച്ചു തന്നു. ഇനി എന്ത് ചെയ്യാം, ഈ ഒരു എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമാൻഡ് നമുക്കൊരു അഡ്വാൻസ് ലെവലിൽ എങ്ങനെ യൂസ് ചെയ്യാം, എക്കോ എന്നിട്ട് എന്ത് ഹലോ ദേർ എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്തു, അതൊരു ഫയലായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഫയലായിട്ട് എന്ത് ചെയ്തു, നമുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു ഓക്കെ ഹലോ ദേർ എന്ന് പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യാം, ഹലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു TXT ഫയലായിട്ട് എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്തത്, എക്കോ എന്ന് പറഞ്ഞിട്ട് ഹലോ ദേർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമാൻഡ് കൊടുത്തു. ഹലോ ദേർ എന്ന് പറയുമ്പോൾ എന്താ, എക്കോ ഹലോ ദേർ എന്ന് കൊടുത്തപ്പോൾ നേരത്തെ എന്താ കാണിച്ചു, ഇവിടെ ഹലോ ദേർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ചെയ്ത് കാണിച്ചു. അതിനെന്ത് ചെയ്തു, ആ ഔട്ട്പുട്ടിനെ നമ്മളൊരു ഫയലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റണം. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്തു, ഇനി പുതിയൊരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, LS കൊടുത്ത നേരത്ത് ഹായ് നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയൽ കാണാം. പിന്നീട് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു TXT ഫയൽ എന്ത് ചെയ്യാം ഇവിടെ കാണാനായിട്ട് പറ്റും. അതെന്ത് ചെയ്യാം, നമ്മളെന്താ അതിനകത്ത് കൊടുത്ത എക്കോ എന്താ കൊടുത്തേക്കുന്നത്, ഹലോ ദേർ എന്ന് പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫയലിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു TXT ഫയൽ എന്ത് ചെയ്യാം നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അവിടെ എന്താ അതിനകത്ത് എന്താ ഉള്ളത്, ഹലോ ദേർ എന്ന് തന്നെ. ഈ ഒരു എക്കോൻ്റെ ഒരു അഡ്വാൻസ് ലെവലിൽ എന്ത് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തേക്കുന്നതാണ്. മനസ്സിലായോ എക്കോ എന്താന്ന്, അത് ജസ്റ്റ് ഔട്ട്പുട്ട് ചെയ്യും. ആ ഒരു ഔട്ട്പുട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ കോമൺ ആയിട്ട് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് അതിനെ നമുക്കൊരു അഡ്വാൻസ് ലെവലിൽ യൂസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻസ് ലെവലിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്കോ പിന്നെ ആ ഏത് കമാൻഡാണോ കൊടുക്കുന്നത് ആ ഒരു കമാൻഡ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ഒരു ഫയൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ എന്ത് ചെയ്യുക, ഇത്രത്തോളം പറഞ്ഞു നമ്മൾ ലിനക്സിനെ പറ്റിയിട്ട്. എന്ത് ചെയ്യുക, ഇനി ലിനക്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു റൂം ഉണ്ട്. ഓക്കെ, ഇതിൽ ടാസ്ക് 5 വരെ എന്ത് ചെയ്യുക നിങ്ങളിപ്പോൾ ചെയ്യാം. ഓക്കെ, ഞാൻ അതിൻ്റെ ഇപ്പോൾ നിലവിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന എന്ത് ചെയ്യുക കമാൻഡ്സും കാര്യങ്ങളും ഞാനിവിടെ ഷെയർ ചെയ്യുക. അതിന് മുമ്പ് എന്ത് ചെയ്യുക, ഒരു റൂമിൻ്റെ ലിങ്ക് ഇവിടെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ റൂം എന്ത് ചെയ്യുക, ഇതിൽ ലെവൽ ടാസ്ക് 5 വരെ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സെർച്ചിങ് ഫോർ ഫയൽസും കാര്യങ്ങളും എന്ത് ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എന്ത് ചെയ്യുക, ഇൻറ്ററാക്ടിങ് വിത്ത് ഫയൽ സിസ്റ്റം വരുന്ന ടാസ്ക് 5 വരെ എന്ത് ചെയ്യുക നിങ്ങളിപ്പോൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഇതുവരെ എടുത്ത കാര്യങ്ങളിൽ, ഈ ഒരു ലിനക്സ് കമാൻഡ്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ? ഇത് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഹാൻഡി ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു കമാൻഡ്സിനും കാര്യങ്ങളും യൂസ് ചെയ്യുക, അഡ്വാൻസ് ലെവലിൽ യൂസ് ചെയ്യാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ടാസ്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, സോ അതിൻ്റെ അഡ്വാൻസ് ലെവലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ കമാൻഡ്സും പഠിക്കുക. ഇപ്പോൾ ഞാൻ എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് എന്താണ്, അത് ജസ്റ്റ് ഔട്ട്പുട്ട് ചെയ്യുന്നുള്ളൂ. പകരം ആ ഒരു നമുക്ക് ഒരു പെട്ടെന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മതി, എക്കോ കൊടുത്തിട്ട് എന്ത് ടെക്സ്റ്റ് ആണോ അതിനകത്ത് ആഡ് ചെയ്യേണ്ടത് അത് കൊടുത്തിട്ട് ആ ഒരു ഫയൽ കൊടുത്താൽ മതി, ഫയൽ നെയിം കൊടുത്താൽ മതി. അതിനെന്തെങ്കിലും ഫയലായിട്ട് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഇത്രത്തോളമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഇനി എന്ത് ചെയ്യുക, ടാസ്ക് 5 വരെ നിങ്ങൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുവരെ എടുത്തതിൽ? ക്ലിയർ ആണോ? ഹലോ, ഓക്കെ, ഹരിക്കും ഓക്കെ, ക്ലിയർ ആണ്, നിതിൻ ഓക്കെ.
ഇങ്ങനെ നിങ്ങൾക്ക് വോയിസിൽ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഞാനിത് എന്താണെന്ന് വെച്ചാൽ 2 മണിക്കൂർ ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. നിങ്ങളെ ഭാഗത്തുനിന്ന് റെസ്പോൺസും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് തംസ് അപ്പ് ഉണ്ട്. ഓക്കെ. പറ്റും മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വോയിസിൽ തന്നെ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ് കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഫസ്റ്റ് ക്ലാസ് തൊട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. ലിമിറ്റേഷൻസും കാര്യങ്ങളുണ്ട് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ കൺസിഡർ ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ വോയിസിൽ തന്നെ മാക്സിമം വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെന്ന് എല്ലാവരും പറഞ്ഞു. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു റൂം ഞാൻ തന്നിട്ടുണ്ട്. ആ റൂം എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കമാൻഡ്സും കാര്യങ്ങളും എന്ത് ചെയ്യുക, ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ സൈഡ്സ് നോക്കാം. തിയറീസ് ഇന്ന് ഫുള്ള് തിയറി പറഞ്ഞാൽ ഇനി പ്രാക്ടിക്കൽ സൈഡ് എന്ത് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ. ചെയ്യാവുന്നതാണ്. ഓക്കെ. നിങ്ങൾക്ക് മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യാം. താങ്ക് യു.